ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. ഈ വാക്യം അറിയാത്ത ആരുമില്ല. പക്ഷെ ഈ വാക്യത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും ഈസിയായ ഒരു വാക്യമാണ്, പെട്ടെന്ന് കൈകാര്യം ചെയ്യാം എന്ന് തോന്നും. അതത്ര എളുപ്പമല്ല. അതിനെ ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. അപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടും നമ്മൾ ഉദ്ദേശിച്ചത്ര എളുപ്പത്തിൽ ആ വാക്യ വിശകലനം നടത്തുക സാധ്യമല്ല. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഓ, അത് ശരിയാണ്. വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വചനം സമം ദൈവം. അങ്ങനെയെങ്കിൽ ദൈവത്തെ വചനമെന്നും വചനത്തെ ദൈവമെന്നും വിളിക്കാം. കാരണം വചനം ദൈവമാണ്. ശരിയാണോ? ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ വചനം എന്നുള്ള പദം കൊണ്ട് മാറ്റാം. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, ദൈവം ദൈവമായിരുന്നു, ദൈവം ദൈവത്തോടു കൂടെ ആയിരുന്നു. എങ്ങനെ ശരിയാവും? മനസ്സിലായോ? ആദിയിൽ ദൈവമുണ്ടായിരുന്നു, ദൈവം ദൈവമായിരുന്നു. അതുവരെ നമുക്ക് സഹിക്കാം, ദൈവം ദൈവമാണല്ലോ. പക്ഷെ ദൈവം ദൈവത്തോടുകൂടെ ആയിരുന്നു. ഇതെങ്ങനെ സാധിക്കും? വല്ലാത്ത ചിന്താക്കുഴപ്പമല്ലേ? അവസരമുണ്ടെങ്കിൽ നമുക്കത് വിശകലനം ചെയ്തു പോകാം. ശ്രദ്ധിച്ചിരിക്കണം. വളരെ ഗഹനമായ ഒരു ഏകാഗ്രത ഇവിടെ തരുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. നല്ല ലളിതമായിട്ട് തന്നെ പറയാം. രണ്ടാമത് ഇതൊക്കെ സമ്മതിച്ചു. വചനം താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുകയാണ്, ഈ വചനം ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞ ഒരു ശരീരമെടുത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. ഇനി ഞാനിതിന്റെ വിശകലനത്തിലേക്ക് വരുന്നു. ശ്രദ്ധിച്ചിരിക്കണം. 1947 ആ വർഷത്തിന്റെ പ്രത്യേകത അറിയാത്ത ആരും ഇല്ല. നമ്മൾ സ്വതന്ത്രമാവുകയും പാകിസ്ഥാൻ നമ്മെ വിട്ട് വിഭജിക്കപ്പെടുകയൊക്കെ ചെയ്ത, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുകയും ചെയ്ത 3 സുപ്രധാന സംഭവങ്ങളുണ്ടായ വർഷമാണ്. 47 ബൈബിൾ പഠനത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. 1947 ചാവുകടലിന്റെ പടിഞ്ഞാറേ തീരത്തുകൂടി, ഇന്നത്തെ ഇസ്രയേലിലെ ചാവുകടൽ, അതിന്റെ പടിഞ്ഞാറേ തീരത്തുകൂടി ഒരാട്ടിടയ ബാലൻ ആടുകളെ തെറ്റി യാത്ര ചെയ്യുകയായിരുന്നു. അയാളുടെ പേര് മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. മുഹമ്മദ് അൽ ദിബ്. ആവേശം കൊണ്ട് മുഹമ്മദ് അൽ സിബ് എന്നാരും പറയരുത്. ഓർത്തിരിക്കാൻ അത് നല്ലതാണെങ്കിലും അങ്ങനെ ഓർത്തിരിക്കുക പറയുമ്പോൾ അൽ ദിബ് എന്ന് തന്നെ പറയാം. മുഹമ്മദ് അൽ ദിബ്, മുഹമ്മദ് ദ വൂൾഫ് എന്നർത്ഥം. ഇയാളൊരു ബെദൂവിയൻ ആട്ടിടയനായിരുന്നു. ബെദുക്കൽ എന്നറിയപ്പെടുന്ന കട്ടറവി വംശജനായ ഒരു ചെറുപ്പക്കാരൻ. ചാവുകടലിന്റെ പടിഞ്ഞാറെ തീരത്ത് ധാരാളം ചെറിയ ഗുഹകൾ ഉണ്ടായിരുന്നു. ചെറുതല്ല, ചെറുതും വലുതുമായ ഗുഹകൾ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന്റെ പേര് നമ്മുടെ കുന്നംകുളം എന്നൊക്കെ പറയുന്ന പോലെ പറയാൻ എളുപ്പമല്ല. എന്നാൽ ഒരു സാമ്യമുണ്ട്. ആദ്യത്തെ അക്ഷരത്തിന് കുമ്രാൻ എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്. കുമ്രാൻ. കുഞ്ഞുങ്ങളവിടെ ശാന്തരായിട്ടിരുന്നിട്ട് ഇവിടെ മര്യാദയ്ക്കിരുന്നു. അങ്ങോട്ട് നോക്കിയേ അലീലാമ, ഇങ്ങോട്ട് നോക്കിയ മകളെ, ഇന്ന് രാത്രി നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങോട്ട് ഇനി ഇവിടെ കാണും അലോസരം ഉണ്ടാക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നാൽ ഗുരുതരമായ ശിക്ഷ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പറഞ്ഞു കേൾക്കുന്നുണ്ടോ? എന്താ ശിക്ഷയെന്നറിയോ? ഇനിയും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ ഈ സ്റ്റേജിൽ കൊണ്ടു നിർത്തി ഇവിടുന്ന് ഒരു പയ്യനെ വിളിച്ച് ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തും. ഇതാ നല്ല ശിക്ഷ. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നു ഭൂരിപക്ഷം. ഇങ്ങനെ യോഗത്തിൽ കിടന്ന് ഓടിയതിന് കിട്ടിയ ശിക്ഷ ഇപ്പൊ ചോദിച്ച് അനുഭവിക്കുന്ന എന്താ? എന്തിനാ പറഞ്ഞ ഈ 12 കൊല്ലത്തെ തടവും? ഇതിപ്പോഴും ഒരു ശിക്ഷ ഉണ്ടാവുകൊണ്ട് മര്യാദക്കിരുന്നോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ?
മക്കളോടാ പറഞ്ഞു അവിടെ. ശ്രദ്ധിക്കാം, മുഹമ്മദ് അൽദിബ് ഈ കുമ്രാൻ എന്നറിയപ്പെടുന്ന ഗുഹാസമീപത്ത് കൂടി ഇങ്ങനെ ആടിനെ തിരക്കി നടന്നു. ഇവിടെ ഒന്നും ആടില്ല. ഇയാള് കയ്യിലിരുന്ന ഒരു കല്ലെടുത്ത്, അല്ലെ നിലത്തു നിന്നൊരു കല്ലെടുത്ത് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് എറിഞ്ഞു. ഒത്തിരി ഗുഹയുണ്ട്, അതിലൊരു ഗുഹയിലേക്ക്. ആടവിടെ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ. ഒരു പ്രതികരണം ഇല്ല. ഒരു കല്ലും എടുത്തുള്ളത്. ഇപ്പോഴൊരു പ്രതികരണം ഉണ്ടായി. പ്രതികരണം ആടിന്റെ ശബ്ദമല്ല, ഈ കല്ല് ചെന്നൊരു മൺഭരണിയിൽ മുട്ടിയ ശബ്ദം, ഒരു മണിനാദം. ആകാംക്ഷ കൊണ്ട് ഈ മനുഷ്യൻ ഇതിൻ്റെ അകത്ത് കയറി. 6-6.5 അടി പൊക്കമുള്ള ഒരു മൺഭരണി, വലിയ ഭരണി, ഒരു മനുഷ്യനേക്കാൾ ഏകദേശം പൊക്കം, അല്ലെ മനുഷ്യന്റെ പൊക്കം. ഒരു ഭരണികളിൽ നിരവധി ഭരണികൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇയാൾ അതിൻ്റെ മൂടി എടുത്തു മാറ്റി. അതിലേക്ക് നോക്കുമ്പോൾ അതിൽ മുഴുവൻ മൃഗങ്ങളുടെ തോല് സംസ്കരിച്ച്, നമ്മുടെ തമ്പേറിൻ്റെ ഒക്കെ ആ തോല് പോലുള്ള തോലാണ്. അതിൻ്റെ ചുരുളുകളിരിക്കും. ആകാംക്ഷ കൊണ്ട് അയാൾ അതിലൊന്ന് പൊക്കിയെടുത്തു. അതിൽ മുഴുവൻ വലത്ത് നിന്ന് ഇടത്തോട്ട് എന്ന ക്രമത്തിൽ എഴുതി വെച്ച 100 കാര്യങ്ങൾ. ബന്ധനമാണോർത്ത് പഠിക്കാനൊന്നും പോകണ്ട, അവിടെ ഇരിക്കട്ടെ. കൃപാവരമുള്ള ആൾക്കാർ ഇപ്പൊ ശരീരം പെരുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം, നിങ്ങളെ പിന്നെ കാണണം, നമുക്കിത് അഴിക്കണം. പക്ഷേ ആദ്യം ഇതെന്താണ് ഗ്രഹിക്കുക. അവന് വിദ്യാഭ്യാസം ഇല്ല. അവനാകപ്പാടെ തലതിരിച്ചും മറിച്ചും ഒക്കെ നോക്കി, എന്നിട്ട് ഈ തുകലെല്ലാം എടുത്ത് തോളിലിരിക്കും. ഈ തുകൽക്കെട്ടുമായി തൊട്ടടുത്ത് ഒരു ചെരുപ്പ് കുത്തിക്ക് അതുകൊണ്ട് വിറ്റു. അയാൾ വില കൊടുത്തത് വാങ്ങി. അവിചാരിതമായി അതുവഴി സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ആർച്ച് ബിഷപ്പായിരുന്ന സർ ജോഷുവ സാമുവൽ വന്നു. ബാഗ് വാങ്ങാനോ തുന്നാനോ മറ്റോ ഒന്നാ. കത്രികയ്ക്ക് ഈ തുകൽ ചുരുൾ വെട്ടി ബാഗ് തയ്ക്കുന്ന ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു, നിർത്ത്, ഇതിന് എന്ത് വില വേണം? കെട്ടിയ തക്കത്തിന് ചെരുപ്പ് കുത്തി ഒരു വലിയ വില ഉള്ളത്. ബിഷപ്പൊന്നും ഓർത്തില്ല, കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് അതിന് വാങ്ങി. ഇതെവിടുന്ന് കിട്ടി? ഒടുവിൽ അന്വേഷണം ഗൗരവതരമായി. ഈ കിട്ടിയ സ്ഥലത്തേക്ക് അദ്ദേഹവും ഒരുപറ്റം ആളുകളും ചെല്ലാൻ കാരണം ഇയാളുടെ പക്കലിരുന്ന് കിട്ടിയത് വിശുദ്ധ ബൈബിളിലെ യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിന്റെ ഒരു കയ്യെഴുത്തു പ്രതിയാണ്. നമുക്കറിയാം, അന്ന് പ്രിന്റിംഗ് ഇല്ല, കയ്യെഴുത്താണ്. കയ്യെഴുത്തെന്ന് പറഞ്ഞാൽ പോരാ, എഴുതാൻ എല്ലാവർക്കും അധികാരമില്ല. ബൈബിളിന്റെ പ്രതികൾ എഴുതി സൂക്ഷിക്കുവാൻ അധികാരമുള്ള ലൈസൻസ്ഡ് പേഴ്സണാലിറ്റീസ്, അവരെ വിളിക്കുന്ന പേരാണ് ശാസ്ത്രിമാർ, സ്ക്രൈബ്സ്. അവർക്ക് എഴുതാൻ പറ്റൂ. ഒരു ശാസ്ത്രി ഇതിന്റെ പകർപ്പ് തയ്യാറാക്കാൻ 17 നിയമങ്ങൾ പാലിക്കണം. അതിൽ ചിലത് മാത്രം ഞാൻ സമയക്കുറവ് കൊണ്ട് നിങ്ങളോട് പറയാം. ഞാൻ ബൈബിള് തിരുത്തി എന്നൊക്കെ ചില പണ്ഡിതന്മാര് തട്ടിവിടുന്നുണ്ട്. ഇപ്പോഴൊന്നും അത് പറയാനുള്ള ആക്കം പോരാ, അത് വേറെ കാര്യം. തക്ക മറുപടി തക്ക സമയത്ത് കൊടുത്തതുകൊണ്ട് ഇപ്പൊ അതിനുള്ളതുള്ള ആർജവമൊന്നുമില്ല, അത് വേറെ കാര്യം. ഇത്തരം പല്ലു കൊഴിഞ്ഞ സിംഹങ്ങളെ ഞങ്ങൾ പരിഹരിക്കാറുമില്ല, പോട്ടെ. അതുകൊണ്ട് ബൈബിളിന് തിരുത്താനാവില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാനൊരു സൂചന നിങ്ങളോട് പറയാം. ബൈബിൾ എല്ലാവർക്കും എഴുതാൻ അധികാരമില്ല. മഹാരാജാവിന് പോലും ഇതിന്റെ പകർപ്പെടുത്താൻ അധികാരമില്ല. ഒരു തവണ എഴുതാം മഹാരാജാവിന്. അത് ന്യായപ്രമാണ പുസ്തകം എഴുതാൻ പറ്റുള്ളൂ. അതൊക്കെ വേറെ കാര്യം. 17-ാം അധ്യായം ആവർത്തനം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എഴുതുമ്പോൾ പാലിക്കേണ്ട വിധികൾ, എഴുതാൻ ഉപയോഗിക്കുന്ന തുകൽ ചുരുള്, അതിന്റെ ഷീറ്റ് എല്ലാം ഒരേ വലിപ്പമായിരിക്കണം.
ഒരു മില്ലിക്ക് വ്യത്യാസം വരാൻ പാടില്ല. പ്രത്യേകം തയ്യാർ ചെയ്ത കറുത്ത നിറമുള്ള മഷി കൊണ്ടേ എഴുതാവൂ. എഴുതുമ്പോൾ ഒരു ഷീറ്റിൽ നേരെ 60 അക്ഷരങ്ങളും വിലങ്ങനെ 13 അക്ഷരങ്ങളും നിരയായി വരണം. അതിനപ്പുറത്ത് പാടില്ല. ഇത് കുറയാൻ കൂടാൻ പാടില്ല. ഓരോ അക്ഷരങ്ങളും തമ്മിൽ ഒരു തലനാരിഴയുടെയെങ്കിലും അകലം വേണം. മുട്ടിക്കിടക്കരുത്, യോജിച്ചു കിടക്കാൻ പാടില്ല. ദൈവത്തിന്റെ പേര് യാഹ്വേ, അദോനായി, ഈ പേരുകൾ എഴുതുമ്പോൾ വെർജിൻ ഇങ്ക് കൊണ്ട്, വെർജിൻ പേന കൊണ്ട് എഴുതാൻ പാടില്ല. എന്ന് വെച്ചാൽ എഴുതി തെളിഞ്ഞ പേന കൊണ്ട് അത് എഴുതാൻ പാടുള്ളൂ എന്നർത്ഥം. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. മനഃപ്പാടമറിയാവുന്ന കാര്യങ്ങൾ പോലും മനസ്സിൽ നിന്ന് ഉദ്ധരിച്ചുകൂടാ. ഉദാഹരണം നമുക്കറിയാം, 90 സംഗീതം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. മനഃപ്പാടം അറിയാം. പക്ഷെ ശാസ്ത്രി എഴുതാനിരിക്കുമ്പോൾ ഈ സങ്കീർത്തനം കോപ്പിയെടുക്കേണ്ടി വരുമ്പോൾ തൊട്ടു മുമ്പിൽ മൂലകൃതി വെച്ചിട്ട് ഓരോ അക്ഷരങ്ങളും അങ്ങോട്ട് നോക്കി എഴുതണം. അദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ട് സീനിയറായ 2 ശാസ്ത്രിമാർ നിൽപ്പുണ്ട്. അങ്ങനെയാ. ഇനി അടുത്തത്, ഈ എഴുതുന്ന വഴിക്ക് അയാൾ എഴുതിക്കൊണ്ടിരിക്കവേ ആ മുറിയിലേക്ക് രാജാവ് കയറി വന്നു എന്ന് കരുതുക. രാജാവിനെ കണ്ടാൽ ശാസ്ത്രി എഴുന്നേൽക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ അഭിവാദ്യം സ്വീകരിക്കുകയോ പ്രത്യാഭിവാദ്യം നൽകുകയോ ചെയ്യരുത്. കാരണം നീ മഹാരാജാവിന്റെ ജോലി ചെയ്യുകയാണ്. മൈൻഡ് ചെയ്തെന്ന് അർത്ഥം. ഇതാണൊരു ശാസ്ത്രി. പഠിക്കോ? നമ്മൾ വായിക്കുമ്പോൾ ശാസ്ത്രിമാർ അവന്റെ അടുക്കൽ വന്നു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ സംസാരിച്ചത്. നീ ശാസ്ത്രീയ നിയമങ്ങൾ ഏതെങ്കിലും തെറ്റിച്ചാൽ എഴുതിയ ഗ്രന്ഥച്ചുരുള് ആ ഭാഗം അസാധുവായി പ്രഖ്യാപിക്കും. അസാധുവായി പ്രഖ്യാപിച്ച ഗ്രന്ഥച്ചുരുള് സിനഗോഗിന്റെ ഉള്ളിൽ ഗനീസ എന്നറിയപ്പെടുന്ന ഒരലമാരയുണ്ട്, അതിൽ നിക്ഷേപിക്കണം. ഗനീസ നിറഞ്ഞു കെട്ടിക്കുമ്പോൾ പ്രത്യേക ആചാരങ്ങളോടെ ശവം സംസ്കരിക്കുന്ന രീതിയിൽ ഇത് കത്തിച്ചു കളയോ കുഴിച്ചിടുകയോ വേണം, അവശേഷിപ്പിക്കരുത്. മനസ്സിലായോ? ഇതാണ് ബൈബിൾ കോപ്പികളുടെ ആ രചനയുടെ രീതിയും അതിനവലംബിക്കേണ്ട മാർഗവും. അങ്ങനെ യെശയ്യാവിന്റെ കയ്യെഴുത്ത് പ്രതി യെശയ്യാവ് എഴുതിയത് കിട്ടി എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത്തരം എഴുതിയ വളരെ പ്രാചീനമായ ഒരു ഗ്രന്ഥച്ചുരുള് അവിടെ നിന്ന് കിട്ടി. തുടർന്ന് ബൈബിൾ ഗവേഷണ രംഗത്ത് അത്ഭുതം സൃഷ്ടിക്കുന്ന സംഭവങ്ങളാണ്. ഡോക്ടർ ജോഷുവ സമൂവലും ഇസ്രയേലിലെ ഹീബ്രു സർവകലാശാലയും ലോകത്തിന്റെ പലയിടങ്ങളിലുള്ള ബൈബിൾ ഗവേഷകരുമൊക്കെ ഒരുമിച്ച് ചേർന്ന് ഈ ഭൂപ്രദേശം ഗഹനമായ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, പുരാവസ്തു വിശകലനത്തിന് വിധേയമാക്കി. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിന്റെ 39 ഗ്രന്ഥങ്ങളിൽ 38 അവിടെ ശേഖരിച്ചെടുക്കും. അവിടെ വെച്ച് കിട്ടി. കിട്ടാതെ പോയൊരു പുസ്തകം എസ്തേറിൻ്റെതായിരുന്നു. ബാക്കിയൊക്കെ കിട്ടി. ഇത് കൂടാതെ അവിടെ ഏതാനും പ്രാർത്ഥന പുസ്തകങ്ങൾ കിട്ടി, പാട്ടുപുസ്തകങ്ങൾ കിട്ടി. വീണ്ടും കുഴിച്ചു ചെല്ലുമ്പോൾ അവിടെ ജീവിച്ചു മൺമറഞ്ഞ മനുഷ്യരുടെ അസ്ഥികൂടങ്ങളെ കിട്ടി. അവയുടെ കാലപ്പഴക്കം നിർണയിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനും ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പൊക്കെ ആ കാലത്തുമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരുടേത് എന്ന് തെളിഞ്ഞു. അവർ പാലിനും പാൽപ്പന്നങ്ങൾക്കുമായി ഇണക്കി വളർത്തിയ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടി. അവയുടെ കൂടുകൾ കണ്ടു. ഗവേഷകരെ അമ്പരപ്പിച്ച 2 കാര്യം അവരുടെ വിശുദ്ധിയായിരുന്നു.
മലിനജലം ഒഴുകിപ്പോയി മൈലുകൾക്കപ്പുറത്ത് സംഭരിക്കുന്ന പടുകുറ്റൻ കിണർ. മലിന വസ്തുക്കളൊന്നും അവിടെ ഉപയോഗിക്കുകയില്ല. അതായിരുന്നു ഒരു കാര്യം. മനോഹരമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, ഈ വെള്ളം കൊണ്ട് അങ്ങനെ സംസ്കരിച്ച് കളയുന്ന വിദ്യകൾ. രണ്ടാമത് അവരെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ സ്ത്രീകൾ ആരും ഉണ്ടായിരുന്നില്ല. പുരുഷന്മാരുടെ ജീവിത സാന്നിധ്യം മാത്രമേ ഗവേഷണങ്ങളിൽ തെളിഞ്ഞുള്ളൂ. സ്ത്രീകളില്ലാതെ അവിവാഹിത ജീവിതം നയിച്ചുകൊണ്ട് ഇവിടെ പാർത്ത ഒരു ജനത്തെ കുറിച്ച് അവർ പഠിച്ചു. അവരുടെ പ്രാർത്ഥനാ ജീവിതം പഠിച്ചു. അവരുടെ ധ്യാന ജീവിതത്തെ പറ്റി പഠിച്ചു വന്നപ്പോൾ ഒന്നുകൂടി മനസ്സിലായി, തിരക്കേറിയ ജെറുസലേം പട്ടണത്തിലോ ഗലീലിയായുടെ ഇതര പ്രദേശങ്ങളിലോ യഹൂദിയായിലോ അവർ പോയി ജീവിത സുഖസൗകര്യങ്ങളൊന്നും ആസ്വദിക്കാതെ പ്രകൃതിയോട് അനുരൂപപ്പെട്ട് പ്രാർത്ഥിച്ച് എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിച്ചു പോകുന്ന ഒരു പറ്റം ആത്മീകരായ പ്രാർത്ഥന മനുഷ്യരായിരുന്നു അവര്. ഇവര് വസ്ത്രം ധരിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലുകളായിരുന്നു. അവർ കഴിച്ചത് പ്രകൃതിയിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു. പ്രകൃതിയിലെ ഉൽപ്പന്നങ്ങൾ തേനും തൈരുമൊക്കെ കൊണ്ട് ഉപജീവനം കഴിച്ച്, മൃഗങ്ങളെ ഇണക്കി വളർത്തി അതൊക്കെ കൊണ്ട് ഉപജീവനം കഴിച്ച്, കിഴങ്ങുകളൊക്കെ ഭക്ഷിച്ച് അവിടെ ജീവിച്ച ഈ മനുഷ്യരെ കുറിച്ച് ചർച്ച പുരോഗമിക്കുകയെ ഒരാശയം അവർക്കിടയിൽ ഉരുത്തിരിഞ്ഞു. ആശയം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ക്ലാസ് എടുത്ത പ്രൊഫസർ പറഞ്ഞു, അധികം നമ്മൾ അന്വേഷിച്ചു പോകേണ്ട, വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരാളെ കാണാം, സ്നാപക യോഹന്നാൻ. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് ഉപജീവനം കഴിച്ചൊരു മനുഷ്യൻ. കർത്താവായ യേശു പോലും അംഗീകരിക്കുന്ന കാലത്ത് ഇങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ തന്റെ ജീവിതം കൊണ്ട് യാദൃച്ഛികമായി സ്വീകരിച്ചതല്ല ഈ മാർഗം. അപ്പനൊരു പുരോഹിതനായിരുന്നു. മഹാപുരോഹിതന്റെ ആ കുലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൻ, നിയമപ്രകാരം ഓർഡിനേഷൻ ലഭിച്ച് മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ട മനുഷ്യൻ, അയാൾക്ക് കിട്ടിയ ദൈവവിളി അനുസരിച്ചു അയാൾ വാസസ്ഥലമായി മരുഭൂമി തിരഞ്ഞെടുത്തു. ആ മരുഭൂമിയിൽ പ്രാർത്ഥനാനിരതമായ ജീവിതം നയിച്ചിരിക്കെ ആളുകൾ ഇത് കേട്ടറിഞ്ഞു. ദാ സക്രിയ പുരോഹിതന്റെ മകൻ ആലയത്തിൽ ധൂപം വീശാനില്ല, ആലയത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലില്ല, ഞങ്ങൾ കൊടുക്കുന്ന കാണിക്ക വാങ്ങി ദശാംശം വാങ്ങി അതിൽ നിന്ന് ഭക്ഷിക്കാനില്ല. ഏലിപ്പുരോഹിതന്റെ മക്കളെ പോലെ യാഗവസ്തു ദഹിക്കും മുമ്പ് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഏർപ്പാടില്ല. അദ്ദേഹം ശാന്തസുന്ദരമായ ഒരു ലോകത്തേക്ക് ചുരുങ്ങി. ചില പറഞ്ഞു, സുഖമില്ലാത്ത ഒരാളാവിട്ടേക്ക്, ഭ്രാന്തന. ചില പറഞ്ഞ അങ്ങനല്ല, ആ മനുഷ്യന്റെ മുഖത്തെ തേജസ് കാണണം, ഐശ്വര്യം കാണണം. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ തലമേൽ കൈവച്ച് അനുഗ്രഹിക്കാൻ ഇദ്ദേഹത്തിനൊപ്പമുള്ള സന്യാസി വര്യന്മാരുടെ അടുത്തേക്ക് തിരക്കേറിയ പട്ടണത്തിൽ നാളുകൾ വരിക പതിവായി. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രസംഗം, ഒരു കോംപ്രമൈസുമില്ലാത്ത ശുശ്രൂഷ, വളരെ ഗൗരവതരമായി പാപത്തെക്കുറിച്ച്, അനീതിയെക്കുറിച്ച് സുശക്തം പ്രസംഗിച്ചപ്പോൾ ആളുകളുടെ ഉള്ളിൽ പാപബോധം, അവർക്ക് കുറ്റബോധം, അവർ നെഞ്ചു പിടഞ്ഞ് ഈ പാപത്തെക്കുറിച്ച് അനുഭവിക്കുമ്പോൾ അവർ പറയും, ഈ പാപത്തിന്റെ കറ ഒന്ന് കഴിയണേ, പ്രതീകാത്മകമായി ഞങ്ങളെ ഒന്ന് സ്നാനം നൽകി അനുഗ്രഹിക്കണമേ. സ്നാനം പണ്ടേ ഉള്ള ചടങ്ങാണോ? പണ്ടേ ഉള്ളതാ. വെയിലും അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്നാനമേൽക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് നമ്മളൊരു പേര് പതിച്ചു കൊടുത്തത്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് അഥവാ സ്നാപക യോഹന്നാൻ. ഇനി ഈ സ്നാപകൻ ധാരാളം ശിഷ്യസമ്പത്തുണ്ടായി. നാട്ടുകാരൊക്കെ ജോലി കഴിഞ്ഞോ അല്ലാത്ത സമയത്തൊക്കെ പ്രാർത്ഥനയ്ക്കുമൊക്കെ അരികിൽ വരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. തന്നെ തേടി ഒരു പറ്റം ആളുകൾ വന്നിട്ട് ചോദിച്ചു, സുഹൃത്തേ,
ഞങ്ങളെ മതപുരോഹിതന്മാരയച്ചതാ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയച്ചു. അതുകൊണ്ട് പറയൂ, വാസ്തവത്തിൽ താങ്കൾ ആരാ? ഞങ്ങൾക്കറിയണം. ഞങ്ങളെ അയച്ചവർ അരികിൽ ചെന്നിട്ട് പറയണം, താങ്കൾ ആരാ? ആരാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് അങ്ങോട്ട് കൊടുത്തു. പറയൂ, നീ ഏലിയാവാണോ അതോ നീ മശിഹയാണോ? ആരാ നീ? ഇരമ്യാവാണോ? ആരാണ് നീ? ഒന്ന് പറയൂ. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ മശിഹയൊന്നുമല്ല. ചിലർ വീണിടം വിദ്യയാക്കി ആ സമയം ഞാൻ മശിഹയാണെന്ന് പറഞ്ഞ ആളിനെ കൊടുക്കും. നിങ്ങളുടെ കാര്യം കണ്ടിട്ടുണ്ടോ? സകല വ്യാജന്മാരും പിന്നെ വന്ന് പറഞ്ഞത് യേശുവിനെ പറ്റിയാണ്. ഒന്നീ പറയും ഞാൻ യേശുവാണ്, അല്ലെങ്കിൽ പറയും ഞാൻ യേശു പറഞ്ഞിട്ട് വന്നതാണ്. നിനക്കെന്നെ വേറെ പേരൊന്നും വായിൽ വരാത്തത്? ഇവിടെ പറയാൻ കൊള്ളാവുന്ന പേര് യേശുവിൻ്റെ പേരാ. അത് നിനക്ക് ഇപ്പോഴും അറിയാം. അങ്ങനെ ഈ പേരിന്റെ വിലാസത്തിൽ അത് ആളാവില്ലേ? ശ്രദ്ധിച്ച്, ഈ പേരിന്റെ പവിത്രത ഞാൻ ബോധ്യപ്പെടുത്താം. സ്നാപകനോട് പറയുക, ഞാൻ മശിഹയൊന്നുമല്ല, നിങ്ങൾ ഈ പറഞ്ഞ പ്രവാചകനുമല്ല. എന്നാൽ ഞാൻ ആരാണെന്ന് പറയാം. എന്നെക്കുറിച്ചും യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരാന്നറിയണ്ടേ? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. ഹല്ലേലൂയ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. അന്നാ ജനങ്ങൾക്ക് മനസ്സിലായി, യെരൂശലേമിൽ വിളിച്ചു പറഞ്ഞാൽ അവിടെ കുറെ ശബ്ദം ഉണ്ടാക്കാം, ആളുകൾ കേട്ടിട്ട് പോകും. പക്ഷെ ഒറ്റക്കൊരുത്തനായി മരുഭൂമിയുടെ ഏകാന്തതയിൽ വന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു എന്ന് പറഞ്ഞവന്റെ ശബ്ദത്തിന്റെ ആ തരംഗങ്ങൾ ഇന്നും ചരിത്രത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും വഴിതടയാനാവാത്ത വിധത്തിൽ ആ ശബ്ദധോരണി ഇന്നും ചരിത്രത്തെ ഭ്രമിപ്പിക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു. ബഹുമാനരെ, അയാൾ പറഞ്ഞു, എന്റെ പിന്നാലെ ഒരാൾ വരും, കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അത് കഴിഞ്ഞ യേശു വരുന്നു. യേശുവിന്റെ സ്നാനമൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്നാനം കൂടി ഓർത്തപ്പെടുമെന്ന് പറയാം. കാരണം നമ്മളിൽ പലരും രക്ഷിക്കപ്പെടും, സ്നാനത്തിലേക്ക് വരികയില്ല. കുഞ്ഞുങ്ങളിൽ പലരും രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെടുകയില്ല. അതിന് ചിലരോട് ചോദിച്ചാൽ പറയുന്നത്, അവനെ ക്ലാസ് പഠിപ്പിച്ചു ശരിയാക്കി സ്നാനപ്പെടുത്താനാണ്. ക്ലാസ്സൊക്കെ പഠിപ്പിച്ചു. സത്യത്തിൽ ഈ കല്യാണത്തിന്റെ അന്നത്തെ പ്രസംഗവും സ്നാനത്തിന്റെ അന്നത്തെ ക്ലാസ്സും ആരെങ്കിലും ഓർത്തിരിപ്പോ? ഒന്നും ഓർക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ ഓർക്കാൻ ഞങ്ങളുടെ ജോലിയല്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർക്കും. അങ്ങനെയാ. ചുരുക്കി പറഞ്ഞാൽ ഈ ക്ലാസിന്റെ ബലത്തിലൊന്നുമല്ല സ്നാനപ്പെട്ടവും പിടിച്ചു നിൽക്കുന്നത്. അത് കൃപ കൊണ്ടാണ്. അങ്ങനല്ലേ? ഇല്ല, അന്ന് പഠിച്ച ക്ലാസ്സെല്ലാം ഓർത്താണ്. അന്നല്ല, തമ്പുരാന്റെ കൃപ. രക്ഷിക്കപ്പെട്ടവനെ പെട്ടെന്ന് സ്നാനപ്പെടുത്തിക്കണം. ഞാൻ എൻ്റെ ഒരനുഭവം പറഞ്ഞു. ക്ഷമിക്കണം. പണ്ട് ഞാൻ ഒരു രാത്രി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. തലയാഴ്ച വരെ പള്ളിയിൽ നിന്ന് മണിയടിച്ച കപ്പ്യാര് സഭ ഏതാണെന്നും പറയുന്നത് ഒരു പ്രശ്നമുണ്ടല്ലോ. ആരുണ്ട് സ്നാനപ്പെടാതെ ചോദിച്ചപ്പോൾ നെഞ്ചു പൊട്ടി കരഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഞാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, ഇത് വെച്ച് നീട്ടിയാൽ ഒക്കെയല്ല, പണി പാളും. ഞാൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്തു, നാളെ രാവിലെ സ്നാനം. എൻ്റെ കൂടെ വന്ന ബ്രദറിന് അറിയാൻ ഞാൻ പറയില്ല. ഞങ്ങൾ ഒട്ടിപ്പാടി വഴിയെ പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇത് വിശ്വാസം നീക്കിയല്ല, കാരണം ക്ലാസ് പഠിച്ചിട്ടില്ല. ഇതല്ല, ഞാൻ അദ്ദേഹത്തെ തൊട്ടടുത്തുള്ളൊരു ഒരു ക്വാറിയുടെ കുളത്തിൽ കൊണ്ട് പൊക്കി പള്ളി ഇളകി, ദേശം ഇളകി, ആകെ പ്രശ്നമായിപ്പോയി. എന്തെല്ലാം പ്രശ്നങ്ങൾ. പ്രശ്നം രൂക്ഷമായപ്പോൾ അദ്ദേഹം വളരെ ചങ്കുറപ്പോടെ ശക്തനായി തന്നെ സുവിശേഷത്തിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ. അവിടെ ആരെങ്കിലും സ്നാനത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്, ക്ലാസ് പഠിപ്പിച്ച് നീട്ടരുത്. ഇന്ന് രാത്രി നോക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ അവസരമില്ല, നാളെ നോക്കിക്കോണം. അതിന് ഐക്യ കൺവെൻഷനാ, വേറെ കൺവെൻഷനാന്ന് ഓർത്തിരിക്കേണ്ട. IPCയിലെ മുങ്ങൂ, ചർച്ചക്കോടിലെ മുങ്ങൂ, ഷാരോലിലെ മുങ്ങൂ, ഏഴിലെ മുങ്ങൂന്നൊന്നും ഓർക്കണ്ട. സന്തോഷമില്ലേ നിങ്ങൾക്ക്? സ്തോത്രം. അതുകൊണ്ടെനിക്ക് ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ അമ്പിച്ച ഭൂരിപക്ഷത്തോടെ അസംബ്ലിയിലേക്ക് അയക്കണം. തൊട്ടുപണ്ടി സഭാ സ്പിരിറ്റ് ഉള്ളൊരു അമ്മച്ചുണ്ട്. അമ്മച്ചി ഇതെല്ലാം യോഗം കഴിഞ്ഞിട്ട് പറഞ്ഞു, മോൻ അസംബ്ലിയിൽ പോകണ്ട, IPCയിലോട്ട് പോരാ.
ഇതാണ് നമ്മുടെ ആൾക്കാർ. മനസ്സിലായില്ലേ? ആ, നമുക്ക് ഈ സ്പിരിറ്റൊക്കെ വിടാന്നേ, സന്തോഷമില്ലേ? ആ, ഏലിയാശാനോടൊക്കെ ചോദിക്കും, ഞങ്ങളൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ സാങ്കേതികം നമ്മുടെ അങ്ങനത്തെ, അങ്ങനല്ലേ? ആ, നമുക്ക് ക്രിസ്തുവിൽ ഇഴുകി ചേരാൻ പറ്റണം. അതിനാണ് ഐക്യമൊക്കെ. കൺവെൻഷൻ നടത്താനല്ല ഐക്യം, ഹൃദയംഗമായി ഒന്നായി തീരണം. സ്തോത്രം, ഹല്ലേലൂയ. ആ, നമ്മൾ മുമ്പോട്ട് പോകാം. സ്നാപകൻ മുഖാൻ തുടങ്ങുമ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. എന്നെ അയച്ചവൻ എന്നോട്. സ്നാപകനെ അയച്ചവൻ സ്നാപകനോട്. ആരാ സ്നാപകനെ അയച്ച്? തിരുവഴുത്ത് എഴുതിക്കുക, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അപ്പൊ ആരാ സ്നാപകനെ അയച്ച്? ദൈവം. അപ്പൊ ദൈവം എന്നോട് എന്താ പറഞ്ഞത്? നീ ജലാശയത്തിൽ നിൽക്കുമ്പോൾ, നീ ഒരുവന് സ്നാനം നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഒരുവനിൽ ആവസിക്കും, അവനാണ് മശിഹ. മനസ്സിലായില്ലേ? ക്ഷമിക്കണം, ചെല്ലു പറയുന്നത് ഈ വന്നവനും നിന്നവനും അയച്ചവനും എല്ലാം ഒരാളാണെന്ന് അല്ല. ട്രിനിറ്റി പഠിക്കണം. എന്താണ് ഹോളി ട്രിനിറ്റി? എന്താന്ന് പഠിക്കണം. വിശുദ്ധ ത്രിയേകത്വം. ആ ത്രിയേകത്വം അനുസരിച്ച് ഈ നിൽക്കുന്ന ആളല്ല അയച്ചത്, അത് പിതാവാണ്. എന്നെ അയച്ചവൻ എന്നോട്. രണ്ടും ഒരാളാണ്. യോഹന്നാൻ പറഞ്ഞാൽ മതിയോ? എനിക്ക് മനസ്സിലായി, നീ തന്നെ അവിടെ വന്ന് നിൽക്കും, അതല്ലേ? എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല. ഞാൻ മുക്കിയതാ. ഇങ്ങനെയാണോ? അല്ല, പിതാവ് അവിടെ വന്ന് നിൽക്കുമെന്നല്ല. പിതാവ് പുത്രനെ അയക്കും. പുത്രനെ സ്ഥാനമേൽപ്പിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവനിൽ ആവസിക്കും. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമന്വയിച്ചതാ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സ്നാനം. അവിടെ സ്നാനമേൽക്കുമ്പോഴൊക്കെ ഈ നാമം കേട്ടിരിക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. ഇടയ്ക്ക് ഒരു പെൺകുച്ചിന്റെ കല്യാണത്തിന് പാസ്റ്റർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് പറഞ്ഞപ്പോൾ പറയാൻ ഭയങ്കര മടി. പാസ്റ്റർ വളരെ കർശനമായിട്ടോ സോഷ്യൽ മീഡിയയിലെ തൊഴിലാളികളിലാണോ എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ കാണിച്ച മോശമായി, നീ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് കേട്ടാൽ. മനസ്സിലായോ? ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. ഇത് പ്രമാണമുണ്ട്. ഇത് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റിയ പണിയല്ല. അതിന് കൃത്യമായ അനുവാദത്തിൽ കാര്യം പറയണം. മനസ്സിലായില്ലേ? ആ, എന്തെങ്കിലും ഗ്രഹിച്ചിട്ടല്ല കൃത്യവിശ്വാസത്തിലേക്ക് വരേണ്ടത്. പിതാവിനെ അറിയണം, പുത്രനെ അറിയണം, പരിശുദ്ധാത്മാവിനെ അറിയണം. ആ വ്യതിരിക്തത തിരിച്ചറിയണം, അതിന്റെ യോജിപ്പ് തിരിച്ചറിയണം, യൂണിറ്റി ഓഫ് ട്രിനിറ്റി തിരിച്ചറിയണം. ട്രിനിറ്റി എന്തായിരിക്കും എന്നറിയണം. ഞാൻ സാന്ദർഭികമായി ആ വിഷയത്തിലൊക്കെ വരാം. ശ്രദ്ധിക്കണം. ഇവിടെ ഗഹനമായൊരു വിഷയം. സ്നാപകൻ യേശുവിനെ സ്നാനം നൽകി വിട്ടു. പിറ്റന്നാൾ യേശു തന്റെ അരികിൽ വരുന്നത് കണ്ടിട്ട് സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് കേട്ട് രണ്ടുപേര് യേശുവിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ഗുരു, നീ എവിടെ പാർക്കുന്നു? നമ്മളാണ് അപ്പോഴേ കൊടുക്കാൻ ഈ കാർഡ് അടിച്ച് ഇങ്ങനെ ഇഷ്ടംപോലെ വെച്ചിരിക്കുകയാണ്. വിസിറ്റിംഗ് കാർഡ് അടിച്ച് റവറൻഡ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. വാ, ഞാൻ ഇന്നെടുത്തോളാം, ഇന്ന് ഓഫീസാണ്, എൻ്റെ സമയം പോലെ വരണം, ഇതാ പഠിച്ചു. ഗൂഗിൾ സംവിധാനം ഇല്ലാത്ത കാലത്ത്, ലൊക്കേഷൻ മാപ്പ് ഇടാൻ സൗകര്യമില്ലാത്ത കാലത്ത് യേശു പറയാ, വന്ന് കാണി. ഞാനാണ് പറയാ, ഗുരു, ഇത് പാലസ്തീനിൽ അങ്ങ് എവിടെയാന്ന് ഒരു ഹിന്ദുവാ. എടാ, എന്റെ അറിയണമെങ്കിലേ നീ ഒന്ന് വന്ന് കാണാൻ. വന്ന് കാണാൻ നീ റിസ്ക് എടുത്തെങ്കിലേ നിന്നെ കൂടെ കൂട്ടാൻ കൊള്ളൂ. അതാ, നീ പണിയെടുക്കണം എനിക്ക് വേണ്ടി. നീ അങ്ങനെ വരുമോ നോക്കട്ടെ. ഒത്തിരി പേരെ കിട്ടേണ്ട മാർഗമൊന്നും അല്ലെന്നേ ഇത്. നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വന്ന് കാണും. അടുത്ത ദിവസം ഒരു ചെന്നു. രണ്ടുപേരായിരുന്നു. അതിൽ ഒരുത്തന്റെ പേര് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. ഒരാളുടെ പേര് വ്യക്തമാക്കിയിട്ടുണ്ട്, അന്ത്രയോസ്. ഇതിൽ നിന്നാണ് ഞാൻ ഈ വിശകലനം ആരംഭിക്കുന്നത്. അന്ത്രയോസ് എന്ന മനുഷ്യൻ, വാസ്തവത്തിൽ ആ പേരെടുത്ത് പറയാൻ കാരണം, രണ്ടുപേര് ഒരുപോലെ ഉണ്ടെങ്കിൽ അത് ഊർജ്ജസ്വലനായൊരു മനുഷ്യനെ നമ്മൾ ഓർത്തിരിക്കുമല്ലോ. അങ്ങനെ
ഈ കൃതജ്ഞത പറയുമ്പോൾ ഒരാളുടെ പേര് വിട്ടുപോയാൽ അയാൾക്ക് സങ്കടമാണ്. പക്ഷേ ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നതിന്റെ പേര് ആദ്യം ഓർമ്മ വരും. ആരെയും കുഴപ്പമില്ല. എല്ലായിടത്തുള്ള സ്ഥാനത്ത് മരവിച്ചിരിക്കുന്ന വിശ്വാസിയുണ്ട്, കമ്മിറ്റി അംഗമുണ്ട്. ഊർജ്ജസ്വലതയില്ല. ഊർജ്ജസ്വലന്റെ പേര് പെട്ടെന്ന് നാവിൽ വരും. ആരെയും കുഴപ്പമില്ല. അങ്ങനെയാണ്. ക്ഷമിക്കണം. ഞാൻ ഈ അനിൽ ആന്റണി എന്നുള്ള പേര് മിനിയാന്ന് കേട്ടെ. ഇങ്ങനെ ഒരാളുള്ളത് മനസ്സിലായില്ലേ? എന്റെ അർത്ഥം എന്താ? പൊതുരംഗത്ത് ഇടപെടണമെന്ന് ആൾക്കാർക്ക് അറിയണ്ടേ ഇങ്ങനെയൊക്കെയുള്ള പേര്. ആൾക്കാർക്ക് അറിയണം. ഇപ്പൊ അത് ഇടപെട്ടു. ഇപ്പൊ മനസ്സിലായി ഇങ്ങനെ ഒരാളുണ്ട്. ഓക്കെ, കൊള്ളു, തീർന്നല്ലോ, കുഴപ്പമില്ല. ഞാൻ വേറെ ദോഷമൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ. ഉദാഹരണം എന്തേ പറയാൻ കാരണം ഒന്ന് മനസ്സിലാക്കിക്കോ. അന്ത്രയോസിന്റെ പേര് ചരിത്രകാരന്മാർ ഓർത്തിരുന്നു. അന്ത്രയോസ് യേശുവിനെ അനുഗമിച്ചു. കടൽക്കരയിലെ ഒരു മത്സ്യബന്ധന തൊഴിലാളിയുടെ മകൻ അന്ത്രയോസാണ് യേശുവിനെ അനുഗമിച്ച ആദ്യത്തെ ശിഷ്യൻ. അങ്ങനെയെന്നു തന്റെ അനുജനെ കണ്ടു. അനുജനെ നിങ്ങളറിയും, പത്രോസ്. വലയും പടകും നന്നാക്കി അങ്ങനെ ജീവിച്ചു പോരുന്ന നിരക്ഷര കുക്ഷിയായ പത്രോസ്, വലിയ മീൻകൂട്ടം വലയിൽ കുരുങ്ങുമ്പോൾ ആഹ്ലാദിക്കുന്നവൻ, മീൻ പിടിച്ചൊന്നും കിട്ടാതെ വരുമ്പോൾ പരിഭവിക്കുന്നവൻ, ചെറിയ സന്തോഷങ്ങളിൽ തുള്ളിച്ചാടുന്നവൻ, ചെറിയ കോപങ്ങളിൽ വളരെ ആക്രോശം പുലർത്തുന്നവൻ, ഒരു സാധാരണ മനുഷ്യൻ. അതായത് പത്രോസ്. പത്രോസ് എന്ന സഹോദരന്റെ അടുത്ത് എന്നിട്ട് അന്ത്രോസ് വിളിച്ചു, കുഞ്ഞെ നീ ഇങ്ങോട്ടൊന്ന് വാ. വന്നു. ചേട്ടന്റെ മുഖത്തെ സന്തോഷം കണ്ട് പത്രോസിന് അത്ഭുതം. ചേട്ടൻ എന്ത് പറ്റി? എന്താ ചേട്ടന്റെ മുഖത്ത് ചെറിയ സന്തോഷം? ചേട്ടൻ അനിയന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മകനെ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ഞാൻ കണ്ടെത്തിയെന്ന്. ഓ, ഈ സമയത്തെ മുമ്പേ പറഞ്ഞ ശാസ്ത്രിയിലെ പരിഭാഷ ചെയ്യുമ്പോൾ അല്ല കോപ്പി എടുക്കുമ്പോൾ അക്ഷരക്കുട്ടങ്ങളെ കൃത്യം എണ്ണിയെടുക്കാൻ കഴിവുള്ളവൻ, മഷിയെക്കുറിച്ച് 100 പ്രവചനങ്ങൾ രേഖപ്പെടുത്തി വെച്ച വചനങ്ങൾ തട്ടും തടവുമില്ലാതെ എവിടെ കിടക്കുന്നുവെന്ന് കൃത്യം പറയാൻ കഴിയുന്നവൻ, പ്രവചനം എഴുതിയ കാലഘട്ടം പറയാൻ കഴിയുന്നവൻ, ചരിത്രം കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്ന നിരവധി ശാസ്ത്രിമാർ ആരാഞ്ഞുകൊണ്ടിരുന്നു. ന്യായപ്രമാണത്തിൽ പ്രവാചകൃതികളിൽ പറയുന്നവൻ എവിടെ എന്ന് ആരാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ന്യായപ്രമാണം വായിച്ചിട്ടില്ലാത്ത, പ്രവാചകന്മാരെ കുറിച്ച് കേട്ടറിവിനപ്പുറത്ത് അറിവില്ലാത്ത ഒരു സാധാരണ മുക്കുവത്തൊഴിലാളി വന്നിട്ട് പറയാ, ഞാൻ കണ്ടെത്തി. ഈ കണ്ടെത്തലാണ് ക്രിസ്ത്യാനിത്വം. ഈ കണ്ടെത്തലാണ് യേശുവിനെ അനുധാവനം ചെയ്തവന്റെ സവിശേഷത. അത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾക്കപ്പുറത്ത് ആത്മനിറവിന്റെ ചൈതന്യം കൊണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞ നമുക്കും ഉലകത്തോട് പറയാം, പലരുടെയും കണ്ണ് കുരുട്ട് കണ്ണായിരുന്നപ്പോൾ എന്റെ അകക്കണ്ണ് തുറന്നുകൊണ്ട് എനിക്ക് അരിമനാഥനെ കാണാൻ പറ്റി. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, നാഥാ നിന്നെ കണ്ടതാണ്, ആ ചൈതന്യം അനുഭവിച്ചതാണ്, യേശുവിനെ തിരിച്ചറിഞ്ഞതാണ്. ഹല്ലേലൂയ. അങ്ങനെ അന്ത്രയോസ് യേശുവിനെ അനുഗമിച്ചു. പത്രോസും യേശുവിനെ അനുഗമിച്ചു. പത്രോസിനെ കണ്ടപ്പോഴേ യേശു പേരുമൊക്കെ മാറ്റിയിട്ടു. എൻ്റെ ജോലിയൊക്കെ ഞാൻ മാറ്റാൻ പോവാ, കൂടെ വരാൻ പോകും. നിഷ്കളങ്കനായ മനുഷ്യനല്ലേ പത്രോസ്. പത്രോസും കൂടെ കൂടി. പിന്നെ നമ്മുടെ യോഹന്നാൻ വന്നു. അത് യേശുവിൻ്റെ ഒരു കസിനാണ്. യേശുവിൻ്റെ അമ്മയായ മറിയുടെ അനുജത്തി ശലോമയുടെ മകനാണ് ഈ പറഞ്ഞത്. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ യാക്കോബ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിനൊരു കമ്മിറ്റി വേണം. കമ്മിറ്റി എടുക്കേണ്ടി വന്നപ്പോ യേശു ചെയ്തത് എന്താണെന്നറിയട്ടെ? പത്രോസിനെ വിളിച്ചു വന്നു. കൊച്ചു പയ്യനായ യോഹന്നാനെ വിളിച്ചു. അവന്റെ ചേട്ടൻ യാക്കോബിനെ വിളിച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി 3 പേരേ ഉള്ളൂ. അന്ത്രോസിനെ എടുത്തില്ല. നമ്മളാണെ അന്ന് ആ സ്ഥാപനം വിട്ടുപോകും. കാരണം ഞാനല്ലേ ആദ്യം ഇരിക്കുന്നത്. ഞാൻ ആ പത്രോസിനെ കൊണ്ടുവന്നു. യേശു കാട്ടിയതൊരു നന്ദികേടാണ്. സീനിയോറിറ്റി വെച്ച് എന്നെ വിളിക്കണമായിരുന്നു. ആ കൂടെ വെറുതെ ഒന്ന് ഇരുത്തിയാൽ മതി. ഇരുത്തിയില്ല. അങ്ങനൊന്നും അന്ത്രോസ് വിട്ടുപോകില്ല.
എന്താ കാര്യം ഞാൻ പറയട്ടെ, ക്ഷമിക്കണേ. ലോകത്തിലെ ഏറ്റവും ചങ്കുറപ്പുള്ള ക്രിസ്ത്യാനിയുടെ പേര് അന്ത്രയോസ്. ലോകത്തിലെ ഏറ്റവും ധൈര്യശാലിയായ കരുത്തനായ ക്രിസ്ത്യാനി കുന്നംകുളത്തോ കോട്ടയത്തോ ഒന്നും ജീവിച്ചിരിക്കുന്ന, അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന ആളോ ആർപ്പാപ്പിയൊന്നുമില്ല. ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പറയാം. നമ്മളാരുമല്ല. ഇടയ്ക്ക് ഒരുത്തിൻ്റെ പെണ്ണിന് കല്യാണം ആലോചിച്ചപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു മഹിമ പറയുകയാണ്. തോമാസ് ലീഹ വന്ന വർഷം ഈ പെണ്ണിൻ്റെ പൂർവികന്മാര് അതേ വർഷം മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികളായി തീർന്നു. അവരുടെ വീട്ടിൽ തോമാസ് ലീഹ കൊടുത്തൊരു ബൈബിള് ഇപ്പോഴും ഇരിപ്പുണ്ട്. തോമാസ് ലീഹ കൊടുത്തൊരു വിളക്കൊണ്ട് ഒത്തിരി കഥകൾ പറഞ്ഞു. ഒറ്റ പെണ്ണേ ഉള്ളത്, ഒറ്റ മോള്. കേട്ടോ ചോദിച്ചു, ആർക്കായി ഇത്? തോമാസ് ലീഹയ്ക്കാണോ? ഒരു പെണ്ണ്. നമ്മളിങ്ങനെ മഹിമ പറയുന്നെങ്കിലേ, ഞാൻ പറയും ഏറ്റവും വലിയ അഭിമാനിയായ ക്രിസ്ത്യാനി ആരാ? അന്ത്രയോസ്. സംശയിക്കണ്ട. എന്താ കാര്യം? ഇവിടേക്ക് നമ്മളെല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കാം, യേശുവിനെ അറിഞ്ഞു, എന്ത് കിട്ടി? തോമസൻ പറഞ്ഞല്ലോ പുള്ളിക്ക് രോഗശാന്തി കിട്ടി. ഞാനും പറഞ്ഞല്ലോ. എലിയാശാൻ ഒത്തിരി കാര്യം പറയാം. നമ്മുടെ അധ്യക്ഷൻ ഇവിടേക്ക് സകല വാസുമാർക്കും 100 തലവേദന മുതൽ ട്യൂമർ വരെ മാറിയ 100 കാര്യം സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. ഒരു ഉപകാരമെങ്കിലും യേശുവിനെ കൊണ്ട് കിട്ടാത്ത ഒരാളോട് ഇല്ലെന്നും. സത്യമല്ലേ? സത്യമല്ല, വെറുതെ ഒന്നുമല്ല ഇവിടെ വന്നു നോക്കാം. യേശുവിനെ അനുഭവിച്ചറിഞ്ഞ 100 ഗുണങ്ങൾ. പക്ഷേ അന്ത്രയോസ് യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശു ഒരത്ഭുതം ചെയ്തിട്ടില്ല. അന്ത്രയോസ് യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശു കടലിൽ മീതെ നടന്നിട്ടില്ല. യേശു പത്രോസിന്റെ അമ്മാവിയമ്മയെ അന്ന് സൗഖ്യമാക്കിയിട്ടില്ല. യേശു മുൻകൂട്ടി പ്രവചനം പറഞ്ഞിട്ടില്ല. ദേവാലയത്തിൽ അടിത്തറ തകരുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചിട്ടില്ല. ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കിയിട്ടില്ല. കവർന്നഭൂമിയിലെ രോഗിയെ സുഖപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും സംഭവിക്കാത്ത ഒരു പച്ചയായ മനുഷ്യനെ നോക്കി, ഇങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരുവനെ നോക്കിക്കൊണ്ട് ഒരുത്തൻ പറയാ, ഇവനാണ് എന്റെ വീണ്ടെടുപ്പുകാരൻ, ഇവനാണ് എന്റെ പ്രാണപ്രിയൻ, ഇവനാണ് ന്യായപ്രമാണം പറയുന്ന മശിഹ, ഇവനാണ് എന്റെ രക്ഷകൻ. ഇതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ശ്രേഷ്ഠത എന്ന് ഞാൻ പറയും. കാരണം അവനറിയാം, ഇന്നിവൻ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്തില്ലെങ്കിലും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവൃത്തി അവന്റെ പക്കലുണ്ട്. അതെന്റെ വീണ്ടെടുപ്പാണ്. ന്യായപ്രമാണം പറയുന്ന പ്രവാചകന്മാർ പറയുന്ന മഹത്തരമായ പ്രവൃത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അന്ന് മുതൽ യേശുവിന്റെ മാർഗം ശക്തിപ്പെട്ടു. ഇവിടെ യോഹന്ന ഒരു പണിയുണ്ട്. അങ്ങനെ യേശുവിന്റെ മാറിടം ചാരി ഇങ്ങനെ തൊട്ടുരുമി അങ്ങനെ ഇരിക്കുകയാണ്. യേശുവിനെ ആർക്കും കൊടുക്കാത്ത വിധത്തിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. യേശുവിന്റെ ജോലികളെല്ലാം ചെയ്യുന്ന ദൈവമാണ്. ചെരുപ്പ് കെട്ടിക്കൊടുക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകി കൊടുക്കുന്നു. ഭയങ്കര സ്നേഹം. യേശുവിന് ഇഷ്ടവനാണ്. കൊച്ചു കുട്ടിയല്ലേ. ഒട്ടിപ്പിടിച്ച് യേശുവിനോട് കൂടെ നിൽക്കുമ്പോൾ അവന് ഒത്തിരി ബാല്യത്തിന്റെ പരിഗണനകൾ വീട്ടിൽ കിട്ടാതെ പോയി. യേശുവിന്റെ കൂടെ എപ്പോഴും ഇതിലും ഭീകരമായൊരു സംഭവം അവന് കാണേണ്ടി വന്നു. തന്റെ പ്രിയപ്പെട്ട ഗുരു ഒരു ദിവസം ക്രൂശിക്കപ്പെട്ടത്. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. കൂടെ നടന്ന യൂദാ ഒറ്റിക്കൊടുക്കുന്നു. ശിഷ്യഗണങ്ങൾ ചിതറി പല വഴിക്ക് പോകുന്നു. എന്നിട്ടും പോകാതെ ചോരപ്പാടണിഞ്ഞ ക്രൂശിന്റെ വെടിയിലൂടെ യോഹന്നാൻ വരുന്നു. ആ യോഹന്നാൻ അത്ഭുതത്തോടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ചാട്ടവാറിനാൽ അടിയേറ്റ് മാരക മരക്കുരിശ് തോളിലെത്തി നടന്നു പോകുന്നത് യേശു. തലയോടിടമർത്ഥമുള്ള ഗോൽഗോഥാ കുന്നിൽ നിഷ്കരുണം
ക്രൂശിക്കപ്പെടുന്ന ക്രിസ്തു, ആ ക്രൂശിൽ നിന്നൊഴുകുന്ന പുണ്യാഹരത്വത്തിന്റെ ആ പ്രതിഫലനം, അതിന്റെ ഗന്ധം വീഴുന്ന അന്തരീക്ഷത്തിൽ യോഹന്നാൻ നിർവികാരനായിരുന്നു. ആ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെടുമ്പോൾ, ക്രൂശിൽ കരങ്ങൾ ചേർത്ത് അണികടിക്കുമ്പോൾ, ആ കൈകൾ വലിച്ചു പിടിക്കുമ്പോൾ, ആ നിൽക്കുന്നവന്റെ മനസ്സിലെ ചിന്ത, ഗുരു, ഞാനെത്ര തവണ അഭയം പ്രാപിച്ച മാറാ ചാട്ടവാറിന് തല്ലിപ്പൊളിക്കുന്നത്, ഞാനെത്ര തവണ ചേർന്ന് കിടന്ന് എന്നെ തഴുകിയ ആ കരങ്ങളിലാ ആണിയടിക്കുന്നത്. അവിടം വിട്ടു പോകാൻ ഇടവരാതെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ തൊട്ടപ്പുറത്ത് മറിയും. പക്ഷെ യേശുവിന് ആ ഭയവും വിരുദ്ധമൊന്നുമില്ല. നിങ്ങളും ഞാനുമൊക്കെ കണ്ടുപരിചയിച്ച കലണ്ടറിലെ ചിത്രമല്ല യേശു. ആധികാരികതയോടെ യേശു അവിടെ നിന്ന് വിശുദ്ധ മറിയത്തോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അദ്ദേഹത്തിന് പറഞ്ഞു, സഹോദര, നിന്റെ അമ്മ. സംരക്ഷിച്ചോളണം പോകോ, അതതിന്റെ വ്യംഗ്യാർത്ഥം. പക്ഷെ അവൻ അറിഞ്ഞില്ല. ഈ ക്രൂശിക്കപ്പെട്ടവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അടുത്തു വന്നു. പക്ഷെ ഇപ്പോ ഒരാപരിചിതത്വം, വിശ്വാസത്തിനപ്പുറം, പ്രതീക്ഷകൾക്കപ്പുറത്താണ്. പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പറഞ്ഞു, സഹോദര, നിന്റെ അമ്മ. സംരക്ഷിച്ചോളണം പോകോ, അതതിന്റെ വ്യംഗ്യാർത്ഥം. പക്ഷെ അവൻ അറിഞ്ഞില്ല. ഈ ക്രൂശിക്കപ്പെട്ടവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അടുത്തു വന്നു. പക്ഷെ ഇപ്പോ ഒരാപരിചിതത്വം, വിശ്വാസത്തിനപ്പുറം, പ്രതീക്ഷകൾക്കപ്പുറത്താണ്. പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. അടുത്ത 40 ദിനങ്ങൾ അവർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം ഉയരത്തിലേക്ക് കരേറിപ്പോയി. 50 ദിവസം തികയുന്നതിന്റെ അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭക്തജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവഹിച്ചു. ആത്മനിറവിന് ശക്തിയോടെ അവർ അവരെ ആരാധിച്ചു. അന്യഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. ആത്മനിറവിന്റെ ചൈതന്യം കൊണ്ട് ഇവർ യേശുവിനെ പ്രസംഗിച്ചു. പലതവണ പീഡിപ്പിക്കപ്പെട്ടു. ഒടുക്കം പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് തടവിനായി അയക്കപ്പെട്ടു. ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ, ഈ ജീവിതയാത്രയിൽ അദ്ദേഹം വിചാരിച്ചു, ഇവിടെ വെച്ച് തീർന്നു എന്റെ ജീവിതം. പത്മോസിലെ ജീവിത ഏകാന്തതയ്ക്കിടയിൽ ഇവിടെ വെച്ച് ജീവിതം തീർന്നു എന്ന് ചിന്തിച്ചു കഴിയവേ തൊട്ടടുത്തൊക്കെ കൊടും കുറ്റവാളികളെ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതാണ് അന്നത്തെ രീതി. മാരക കൊലക്കേസുകളിൽ അകപ്പെട്ടവര്, സ്ത്രീ പീഡകന്മാര്, രാഷ്ട്രത്തിലെ ഭരണാധികാരികൾക്കെതിരെ ചാരപ്പണി നടത്തുന്നവർ, അവരെയൊക്കെ കൊണ്ടിടുന്ന ക്രൂരന്മാരുടെ ഇടമാണത്. ആ സ്ഥലത്തിട്ട് പരസ്പരം ആക്രമിക്കുന്ന, ഉന്മൂലനം ചെയ്യുന്ന, ഏറ്റുമുട്ടുന്ന സംഘങ്ങൾ. പക്ഷേ ഭക്തൻ പറയാ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. 90 വയസ്സ് പിന്നിടുമ്പോഴും കർത്തൃ ദിവസത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തെ ആവേശഭരിതനാക്കി. അത് ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നാൽ പ്രായമെത്രയായാലും കണ്ണുമങ്ങില്ല സുഹൃത്തേ. ആ ക്രൂശീകരിക്കപ്പെട്ടവനെ കണ്ടറിഞ്ഞവന് ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അടിമതറിപ്പോവില്ല. അവൻ ചങ്കുറപ്പോടെ നിന്നു. ഒടുക്കം ആ കിടപ്പിൽ വെച്ച തേജോമയനായ ക്രിസ്തുവിന്റെ രൂപം ദർശിച്ചത് ഈ ദൈവപുരുഷൻ. ആ രൂപത്തിന്റെ ദർശനം പണ്ട് ക്രൂശിച്ച് വിവസ്ത്രനാക്കി പരിഹസിച്ചയച്ചതുപോലെയല്ല. തേജോരൂപിയായി 7 പൊന്നിലവിളക്കുടെ നടുവിൽ നിലയെങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് സദൃശനായവനെ ദർശനത്തിൽ അദ്ദേഹം കണ്ടു. ശുശ്രൂഷ ഇനിയും തീരാത്തവൻ തന്റെ ജീവിതത്തിലെ അമൂല്യ കൃതികൾ എഴുതുവാൻ ആ കരങ്ങൾ ഉപയോഗിച്ചു. ആ വഴിത്താരയിലെ മനോഹരമായ പുസ്തകമാ യോഹന്നാന്റെ സുവിശേഷം. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. ഇതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിവിടെ ഉദ്ദേശിച്ചൊരു കാര്യം, ഈ മനുഷ്യന്റെ ജീവിത പശ്ചാത്തലം പരിഗണിക്കുക. അദ്ദേഹത്തിന് പരമാവധി എന്തുവരെ എഴുതാൻ പറ്റും? യേശുവിനെ പറ്റി ആരോടൊക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന്റെ ശുശ്രൂഷാ സംബന്ധിയായ ചിന്തയുടെ ഒരാഴം
ഞാൻ ഓർമ്മപ്പെടുത്തി ഈ ചിന്ത സമാഹരിക്കാം. ശ്രദ്ധിക്കണം. ഇനി പറയുന്നത് രസാവഹമായ ഒരു ചരിത്രമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങനെ ആദ്യം പറഞ്ഞ വാക്യത്തിന്റെ കുരുക്കഴിച്ച് പുറത്തു വരാൻ പറ്റും. ശ്രദ്ധിക്കണം. പണ്ട് പാർസികൾ എന്നറിയപ്പെടുന്ന ഒരു മതസമൂഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിലും ഒക്കെ ഉണ്ട് പാർസികൾ. നമ്മുടെ രത്തൻ ടാറ്റ ബിർളയിലെ യമഹ എന്നൊക്കെ പറയുന്നതിലെ ഗോയങ്ക എന്നൊക്കെ പറയുന്നതിലെ ടാറ്റയിലെ അദ്ദേഹം പാർസിയാണ്. പാർസികൾ ഇന്ത്യയിലുണ്ട്. ഒരു മതന്യൂനപക്ഷം. പണ്ട് ഇന്ത്യയിൽ ശക്തരായിരുന്നു. എത്യോപ്യ മുതൽ ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്ന പേർഷ്യ എന്ന മഹാസാമ്രാജ്യത്തിലെ പ്രബല മതമായിരുന്നു പേർഷ്യൻ മതം. ഈ പേർഷ്യൻ മതം വളരെ നല്ലൊരു മതമായിരുന്നു. നല്ല മതം എന്ന് പറഞ്ഞാൽ ഈ മതം നല്ലതുണ്ടോ ചീത്തയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരെയും വിമർശിക്കല്ല. ഈ പാർസികളുടെ മതത്തിന്റെ ചിന്ത അനുസരിച്ച് അവരാരെയും കൊല്ലുകയില്ല, തല്ലുകയില്ല, പീഡിപ്പിക്കുകയില്ല, ഭയപ്പെടുത്തൊന്നുമില്ല. ചിലരങ്ങനെ ധരിച്ചിരിക്കുന്നത്. ആ ദൈവമഹത്വം പറയണേ 2 വെട്ട് വെട്ടണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു ചിലർ ധരിച്ചിരിക്കുന്നത്. ഇതങ്ങനൊന്നുമല്ല. ദയവുള്ളൊരു ദൈവത്തെ പറ്റി പറഞ്ഞവര് ഏക ദൈവത്തിൽ അവർ വിശ്വസിക്കും. പാർസികൾ അവരുടെ ദൈവത്തിന്റെ പേര് ഞാനൊന്ന് പറയാം. സന്തോഷമുണ്ടോ? പാർസികളുടെ ദൈവത്തിന്റെ പേര് വളരെ രസകരമായ പേരാണ്. അഹൂരമസ്ത എന്നായിരുന്നു. അങ്ങനെ അഹൂരമസ്ത. ആ പേരുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ വിടുതല ഇല്ലല്ലോ? ഇല്ല. ആ ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു. അഹൂരമസ്ത ആർക്കില്ല പേര്. അഹൂരമസ്ത ഈസ് ദ ലൈറ്റ്, ഗോഡ് ഓഫ് ലൈറ്റ്. വെളിച്ചത്തിന്റെ ദേവനാണ് അഹൂരമസ്ത. അവർക്ക് ദൈവം വെളിച്ചമാണ്. വെളിച്ചത്തിന്റെ എല്ലാ രൂപങ്ങളെയും അവർ അഹൂരമസ്തയായി കണ്ടു. ഉദാഹരണം, ഇപ്പോൾ ഈ വെളിച്ചം കണ്ടിട്ട് ഇവർ പറയും, നമസ്കരിച്ചിട്ട് പറയും, അത് ദൈവത്തിന്റെ പ്രതീകമാണ്. അത്രയും വേണമെന്നില്ല. നമ്മുടെ കണ്ണയിൽ പ്രതിഫലിക്കുന്ന ചെറിയ വെളിച്ചമില്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ കണ്ണട വെച്ചവരുടെ കണ്ണിൽ നിന്ന് പ്രതിഫലിക്കുന്ന ചെറിയ വെളിച്ചമുണ്ട്. എൻ്റെ കണ്ണിലും കാണാൻ ആര് പറയും, ദിസ് ഈസ് ദ പ്രസൻസ് ഓഫ് അഹൂരമസ്ത. അഹൂരമസ്തയുടെ സാന്നിധ്യമാണ്. അങ്ങനെ വിശ്വസിച്ചു. സൂര്യനിൽ അഹൂരമസ്തയെ കണ്ടു, ചന്ദ്രനിൽ കണ്ടു, പ്രകാശത്തിന്റെ സകല ഇടങ്ങളിലും അവർ അഹൂരമസ്തയെ കണ്ടു. ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം അവരുടെ പിശാചിന്റെ പേര് കൂടി പറയാം. എന്താ പറയുന്നു? ഇതൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ഈ പേർഷ്യയിലൊക്കെ പോകാൻ അവസരം ഉണ്ടെങ്കിൽ അവന്റെ പോരാട്ടം അടിച്ച ശാസിക്കാൻ വേണ്ടി അഡ്രസ് പറഞ്ഞു തരിക. അവന്റെ പേര് അഹ്രിമാൻ എന്നായിരുന്നു. അങ്ങനെ അഹ്രിമാൻ. അതുപോലെ വിഷമിച്ച് പറയണമെന്നൊന്നുമില്ല. അഥവാ പറഞ്ഞാൽ ഈ വെപ്പുവില് വെച്ച മനുഷ്യരാരും അഹ്രിമാനെന്ന് ആത്മാർത്ഥമായിട്ട് പറയണം. നമ്മളെ നോക്കാതെ അതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് കൃപാവരമുള്ളൊരു ദിവാസം പ്രാർത്ഥിച്ച വഴിക്ക് പൽസിച്ച വഴിക്ക് പല്ല് തെറിച്ചു. ഇത് കിട്ടിയില്ല. കാരണം പുള്ളി ആത്മാർത്ഥമായിട്ട് ചെയ്തല്ല, മോശമായിട്ട് ചെയ്തല്ല. എങ്ങനെയും ഇറങ്ങി പൊട്ടന്നോട്ട് ചെയ്തതാണ്. നമ്മളെ നോക്കാതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അഹൂരമസ്ത. പിന്നെ ആരാണ്? അഹ്രിമാൻ. അഹ്രിമാൻ ആരാന്ന് പറയാം? ഇരുട്ടിന്റെ ദേവൻ. ഇരുട്ടിന്റെ എല്ലാ രൂപങ്ങളെയും അവർ പരിഗണിച്ചു. അഹ്രിമാനാണ്. ഇവർ തമ്മിലുള്ള യുദ്ധമാണ് ലോകത്തിന്റെ ചരിത്രം. പകൽ അഹൂരമസ്ത വാഴുന്നു. രാത്രി അവനെ തോൽപ്പിച്ചുകൊണ്ട് അഹ്രിമാൻ വെളിപ്പെടുന്നു. അതിനെയും തോൽപ്പിച്ചു പിറ്റേ ദിവസം. അപ്പൊ ഇവരുടെ ഈ ചരിത്രം ഇങ്ങനെ തുടരുക. അപ്പൊ ദുഃഖവും വേദനയും മരണവുമെല്ലാം അഹ്രിമാന്റെ സംഭാവനയാണ്. ജീവനും ചൈതന്യവുമല്ല അഹൂരമസ്തയുടെ സംഭാവനയാണ്. വരെ അതുകൊണ്ട് കനത്ത ഇരുട്ടിൽ ഒരു വെളിച്ചം കരുതി വെക്കണം. അന്ന് അഹ്രിമാൻ അഹൂരമസ്ത പോയിട്ടില്ല, ഇവിടെ ഉണ്ടത്. പക്ഷെ ചിലപ്പോൾ ഗംഭീരമായ കാറ്റടിച്ച് ഈ വെളിച്ചം മറിക്കുമ്പോൾ വീട്ടുകാർക്ക് അങ്കലാപ്പാണ്, ഭീതിയാണ്, വലിയ ആകുലതയാണ്. കാരണം അഹ്രിമാൻ ജയിച്ചിരിക്കുന്നു. അവരപ്പോഴൊക്കെ ചോദിക്കും, എന്നായിരിക്കും ഇരുട്ടിനെ പാടെ നശിപ്പിക്കുന്ന അഹൂരമസ്ത സമ്പൂർണ്ണ അളവിൽ വെളിപ്പെടുന്നത്? ഇതേ യേശുവിന്റെ കാലത്ത് പാലസ്തീനിലെങ്ങും ഈ പാർസികൾ ഉണ്ടായിരുന്നു.
പാർസികളിൽ ചോദ്യം ചോദിക്കെ പ്രവാചക ശ്രേഷ്ഠന്മാരും വിശദീകരിച്ചു കൊടുക്കുന്ന യഹൂദ പണ്ഡിതന്മാരും പറഞ്ഞു, പേടിക്കാനില്ല, നിങ്ങളെ അത്തരമൊരു വെളിച്ചം കാത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശ്രേഷ്ഠകരമായ ഒരു വെളിച്ചം നിങ്ങളെ പരിചയപ്പെടുത്താം. അവരെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടിടത്ത് നമ്മുടെ യോഹന്നാൻ വന്നിട്ട് പറയാ, സ്നേഹിതരെ, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഒരു ശക്തിക്കും പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു സത്യവെളിച്ചം ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അവനെ പിടിച്ചടക്കാൻ ഇരുട്ടിന് സാധിക്കില്ല. യോഹന്നാൻ പറഞ്ഞാലോടാ, പണ്ഡിത ശ്രേഷ്ഠന്മാരായ പാർസി മതസ്ഥരോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ബോധ്യപ്പെടുത്തി ഈ വചനം അങ്ങോട്ട് പറയുക. ഒരു ഭാഗം മനസ്സിലാകുമോ? രണ്ടാമത്തെ തലം ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഗ്രീക്കുകാരോടാണ്. മുമ്പ് പറഞ്ഞ പാർസികളോടാണ്. രണ്ടാമത് പറയുന്നത് ഗ്രീക്കുകാരോടാണ്. ഗ്രീക്കുകാരോടെ ശക്തരായി. ഈ ഗ്രീക്ക് വലിയ ചിന്തകന്മാരുടെ സ്ഥലമല്ലേ. ഗണിതശാസ്ത്രം, തത്വചിന്ത, നാടകം, കവിത തുടങ്ങിയ കലാപരിപാടികളുടെ സ്ഥലമാ, ഒളിമ്പിക്സിന്റെ സ്ഥലമാ. ആ കൂടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ചിന്തകൻ. അയാളുടെ പേര് ഹെറാക്ലീറ്റസ് എന്നായിരുന്നു. ഹെറാക്ലീറ്റസ് ഇത് നല്ലൊരു മനുഷ്യനായിരുന്നു, അറിവുള്ള മനുഷ്യൻ. അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്റെ ഒരു താളം ദർശിച്ചു, രസാവഹമായ ഒരു താളം. അദ്ദേഹം ദർശിച്ച ചിന്ത ഞാൻ ഇന്നത്തെ രൂപത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ പറയാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇങ്ങനെ ആസിറ്റ് ചെയ്ത് പറഞ്ഞൊന്നുമല്ല, ഞാനത് എൻ്റെ വ്യാഖ്യാനം കൊടുക്കുക. എക്സാമ്പിൾ, ഭൂമി അത് സ്വയം തിരിയുന്നു, സൂര്യനെ വലം വയ്ക്കുന്നു. ഇത് ഹെറാക്ലീറ്റസ് കണ്ടുപിടിച്ചൊന്നുമില്ലെന്ന്, പക്ഷെ ഇതൊരു സത്യമാണ്. ഹെറാക്ലീറ്റസ് ചിന്തിച്ച ചിന്ത എങ്ങനായിരുന്നു എന്ന് പറയാം. ഞാനും നിങ്ങളും പാദമുന്ന് നിൽക്കുന്ന ഈ ഭൂമി അല്പം ചെരിഞ്ഞ നിൽക്കുന്നത്. ആ ചെരിവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 23 ഡിഗ്രിയാണ്. 23 ഡിഗ്രി എന്ന ചെരിവ് 22 ചുരുങ്ങി നോക്കിയോ, ചെറിയൊരു കണക്ക്. 1 ഡിഗ്രി എന്ത് പറ്റുമെന്നറിയണ്ടേ? ഈ ഭൂമി തണുത്തുറഞ്ഞുറഞ്ഞുറഞ്ഞുറഞ്ഞ് ഒരു മഞ്ഞ് കട്ടയാകും. UPF ഒന്നും നടക്കില്ല, മനുഷ്യവാസം ഉണ്ടാവില്ല, ജീവജാലങ്ങൾക്ക് വസിക്കാനാവില്ല. തണുക്കും ഭൂമി, മഞ്ഞ് പാളിയാകും. 23, 24 വിപരീതം. ഭൂമി പുകയാൻ തുടങ്ങും, കനത്ത ചൂടിലേക്ക് പോകും. ചുട്ടുപഴുത്ത് പഴുത്ത് പഴുത്തത് അത് കത്തിത്തൊലിക്കുന്ന ഒരു ഗോളമായി കരിക്കട്ടയായി ചുരുങ്ങും. 22ന്റെ ശീതാവസ്ഥയിൽ നിന്നും 24ന്റെ ഉന്മൂലനാശത്തിൽ നിന്നും കത്തിയടിഞ്ഞു തീരേണ്ട അവസ്ഥയിൽ നിന്നും തണുത്തുറയേണ്ട അവസ്ഥയിൽ നിന്നും 23 എന്ന ഒരു ഗണിത തത്വം കണ്ടുപിടിച്ചിട്ട് ആ ചിന്തകനുസരിച്ച് ഭൂമിയെ നിലനിർത്തിയ ഒരു ശില്പിയുണ്ടല്ലോ. ഇതുപോലൊരു എഞ്ചിനീയറെ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ? ആ യോഹന്നാൻ പറയാൻ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടെന്നു. ആ മഹിമ കണ്ട നമുക്ക് ഒരേ സ്വരത്തിൽ അവന്റെ മഹത്വമർപ്പിച്ച് പറയാം, അങ്ങയ്ക്ക് തുല്യനായി ഒരുവനുമില്ല, അങ്ങയുടെ പ്രവൃത്തികൾ അഗോചരം, വിസ്മയം. ഇനി ഈ ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നു. ഈ സൗരയൂഥ കുടുംബം തന്നെ ഭ്രമണം ചെയ്യുന്നു. ഇങ്ങനെ ഭ്രമണം ചെയ്യുമ്പോ ഒരേപോലെ അധികാരമുള്ളൊരു 4-5 പേരുണ്ടെന്ന് വിചാരിക്കുക. ഇത് നിയന്ത്രിക്കുക കറക്റ്റ് ആവുമോ? ഇല്ല. ഞാൻ ഇന്ന് രാവിലെ 9 മണിക്ക് ഒരു ഫ്യൂണറലിൽ പങ്കെടുത്തു. 10:30 മുതൽ ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല എന്ന് വരുത്തി തീർത്തിട്ട് ഓടിയൊരു വരവാ. ഒറ്റ ഇരിപ്പ് അണിഞ്ഞു വരികയാണ്. ഇവിടെ നേരത്തെ വരേണ്ടതാണ്, ഞാനുള്ള തടസ്സം. വഴി മുഴുവൻ പ്രശ്നമാണ്. ഈ പോലീസ് ഇങ്ങനെ വഴി കാണിച്ചു വിടുന്നു, നമ്മൾ പോരുന്നു. പോലീസ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പോരായിരുന്നു, കാരണം അവരാ നിന്ന് ഒത്തിരി ആക്ഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനോടത്ത് പോലീസുകാരൻ്റെ കൈ പറഞ്ഞു പോകുന്നു, ഇങ്ങനെ കാണിച്ചു. അതുപോലെ സ്പീഡില്ല. ഏതായാലും അവരവിടെ നിൽക്കട്ടെ.
ഞാൻ പോലീസിനെതിരെ പറഞ്ഞില്ല, നല്ല മനുഷ്യരാണ് നമ്മുടെ പോലീസുകാർ. പൊതുവെ പ്രകോപനകാരികളൊന്നുമില്ല. മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ചെന്നാൽ പോലീസ് എന്തെല്ലോ വിക്രിയ കാണിക്കുന്നത്. നമ്മുടെ പോലീസ് വല്ലപ്പോഴും ആകാശത്തിലേക്ക് 3-4 വെടി വെക്കും, അത്രയും കാര്യമുള്ളൂ. ഒരുത്തൻ്റെ നേരെ ഉന്നം പിടിക്കുന്നവരെയും വെടിവെച്ചിട്ടില്ല, മുകളിലോട്ട് ആർക്കും ഒരു അപകടമില്ല, പോട്ടെ പാവങ്ങൾ. അപ്പൊ പക്ഷേ ഒരു 3-4 പോലീസ് അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചാൽ വണ്ടി പൊട്ടിയിടിക്കുന്നു. അവൻ ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്, ഒരാൾ 2-3 യൂണിയനിൽ പെട്ടവരാണെങ്കിൽ പറയണ്ട, വണ്ടി പൊട്ടിയിടിക്കും. ഞാൻ പരിഹസിച്ചല്ല. അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ഒത്തിരി ദൈവങ്ങളുണ്ടെങ്കിൽ ഇടിയുടെ മൂലമായിരിക്കും, ബാക്കി ആരും കാണത്തില്ലെന്ന്. ഇവിടെ കിട്ടിയോ? അനാ ഞങ്ങൾ പറഞ്ഞതേ, അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തലിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അല്പം വേർഷൻ മാറ്റി ഹെറാക്ലിറ്റസ് പറഞ്ഞു. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ശബ്ദത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഒറ്റ ആജ്ഞ, പലരെ ആജ്ഞ കെട്ടല്ല ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത്, അസ്തമിക്കുന്നത്, അതൊക്കെ ആപേക്ഷികമാണെങ്കിലും അതൊക്കെ മനുഷ്യന് യാഥാർത്ഥ്യമായി തോന്നുന്നത് ഒരാജ്ഞ. ആ ആജ്ഞാശബ്ദത്തിന് അദ്ദേഹം ഒരു പേരിട്ടു, ലോഗോസ്. ആ ലോഗോസിനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു വചനം. പഠിക്കോ? അപ്പൊ യോഹന്നാൻ പറഞ്ഞു കൊടുക്കുക, അല്ലയോ ഹെറാക്ലിറ്റസേ, അല്ലയോ ഗ്രീക്കുകാരെ, നിങ്ങൾ പറഞ്ഞില്ലേ ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിയന്ത്രിതാവുണ്ടെന്ന്? നിങ്ങളുടെ തത്വചിന്തകൻ കണ്ടെത്തിയില്ലേ? അത് നിങ്ങളുടെ ഊഹമാ. പക്ഷെ ഒരു കാര്യം ഹെറാക്ലിറ്റസേ, ഞങ്ങൾ ചോദിക്കുക, അതാരാ? അങ്ങേക്ക് ഉത്തരമില്ല. നിങ്ങൾക്കാർക്കും പറയാനാവാത്ത ആ ഉത്തരം ഞങ്ങൾ കൃത്യം പറയാം. ആദിയിൽ ആ ലോഗോസ് ഉണ്ടായിരുന്നു. ആ ലോഗോസ് ദൈവമായിരുന്നു. ആ ലോഗോസ് ദൈവത്തോട് കൂടെ ആയിരുന്നു. അതെന്നങ്ങനെ പറയാം. ഞാനും എൻ്റെ ശബ്ദവും രണ്ടുപേരല്ല, ഞാൻ തന്നെയാണ് എൻ്റെ ശബ്ദം. എൻ്റെ ശബ്ദമാണ് ഞാൻ, ഞാനാണ് എൻ്റെ ശബ്ദം. അതുകൊണ്ടേ കേവലം ഒരു ശബ്ദമല്ലിത്, അതിനപ്പുറത്തൊരു തലമുണ്ട്. എങ്ങനെയെന്ന് വ്യക്തമാക്കാം. ഇവിടെ ലോഗോസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാ അവൻ 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 താഴോട്ട് അങ്ങനെ പോകുന്നത്. അവനെന്നാണ് ലോഗോസിനെ പിന്നെ വിളിക്കുന്നത്. അതായത് പുല്ലിംഗ നാമധേയം അവന് ആരോപിച്ചുകൊണ്ട് ലോഗോസ് ഒരു വ്യക്തിയാണ് എന്ന് പറയുക. ഇവിടെ പഠിക്കണം, ഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഏകസത്യ ദൈവത്തെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായൊരു വെളിപ്പാടാണ് യോഹന്നാൻ 1:9. എന്റെ കാര്യകാരണങ്ങളിലേക്ക് ഒന്ന് വരാം. എലിയാശാനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. കാരണം നമ്മുടെ കൂടെ ഉള്ളതിൽ പക്വതയായ ദിവാസനുണ്ട്. അദ്ദേഹം ചൂടാകുകയില്ല, എന്നോടൊട്ടും ചൂടാകില്ല, അതുകൊണ്ട് പറയാം. ഈ എലിയാശൻ പറഞ്ഞ മക്കള് 5-6 പേരുണ്ട്, കൊച്ചുമക്കളുണ്ട്. നമ്മളീ കാണുന്ന പോലല്ല ഏലിയാശ. നമ്മളീ കാണുമ്പോൾ ഒരു പാവം മനുഷ്യൻ, പാവപ്പെട്ട ചെറുവാസികളും കൊച്ചുകളിലൊക്കെ സുവിശേഷം ഇപ്പോഴും പറഞ്ഞാൽ എവിടെയും പോയി പറയുന്നു. പക്ഷെ വീട്ടിൽ മക്കളെയൊക്കെ അടുത്തത് DYSP പെരുമാറുന്നുമില്ല, പെരുമാറുന്നു. എനിക്കറിയാതെ ഈ കാണുന്ന ആളെയല്ല, ഭയങ്കര ഗൗരവം, ഭയങ്കര സ്ട്രിക്റ്റ്. പെൺപിള്ളേരെ കാര്യം പറയണ്ട, നോക്കാനൊക്കെയില്ല, ചിരിക്കാനൊക്കെയില്ല, കളിക്കാനൊക്കെയില്ല, ഉറങ്ങാനൊക്കെയില്ല. ആൺപിള്ളേരെ കാര്യം ഒട്ടും പറയാൻ. ഇതാണ് ആള്, കാർക്കശ്യ ബുദ്ധി. അങ്ങനെയാണല്ലേ പുരുഷന്മാരും പൊതുവെ അതാണ് ഒരു സ്വഭാവം. നമ്മളെല്ലാം അങ്ങനെയൊക്കെ ഏകദേശം അല്ലേ? അങ്ങനെയല്ലേ? ഞാനും ഏതാണ്ട് അതുപോലെയാണ്. ഈ കുട്ടികൾ എനിക്ക് 3 പേരാണ്. അല്ലെങ്കിൽ മക്കൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ ഇവരെ ഒന്ന് താരാട്ട് പാടി ഉറക്കാൻ എൻ്റെ തന്നിട്ട് പുള്ളിക്കാരി എല്ലേലും പോകും. നമ്മൾ താരാട്ട് പാടിയ കൊച്ചുറങ്ങും, അതിനായിട്ട് നമുക്കിട്ട് അടിക്കും. മനസ്സിലായില്ലേ? നമുക്ക് ആ ശൈലി വരത്തില്ല. അതാ ഈ മക്കള് അപ്പനോടും ഒക്കെ സ്നേഹമാണെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടം. പപ്പ ബൈക്ക് കൊടുത്ത് പുറത്തോട്ട് പോയി എന്നറിഞ്ഞ വലിയ സന്തോഷമാണ്. അവരിങ്ങനെ കാത്തിരിക്കുക, അപ്പ ഇങ്ങോട്ട് പോയി, പുറത്തേക്ക് പോയി, എപ്പോ വരും? ഉടനെ വരികയല്ല, ഉടനെ ചാടുക. എന്താ കുഴപ്പം? സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പപ്പയോടൊരു ബഹുമാനം, പപ്പ കർശനമാണ്. ദൈവം തന്നെ ഇങ്ങനെ ആയിരുന്നു. പിടിയിട്ടോ? ഇല്ല. മനസ്സിലാക്കി തരാം. ഇന്നേ വിളിക്കുന്ന നമ്മയെല്ലാം നോക്കി പിതാവായ ദൈവം പറയാ,
യോഗത്തിന് ഞാനും ഉണ്ട് ദ്വീപിന്. അക്ഷരാർത്ഥത്തിൽ പ്രസിഡന്റ് പറയും ഞാനെന്നാ യോഗത്തിനില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല, കാരണം ദൈവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? വേറൊന്നും എനിക്ക് പേടിയാ. ഇന്ന് പിതാവായ ദൈവം അതേ രൂപത്തിൽ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട. എന്താ കാര്യം? ചിരിക്കാനൊക്കത്തില്ല, കളിക്കാനൊക്കെയില്ല, പ്രൈവസി നഷ്ടപ്പെടും, വാർത്ത കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഭയം, പേടിയില്ല. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ ഉദാഹരണം പറയാം. മക്കളെ, ഈ ടൂറിന് പോകുമ്പോ പ്രിൻസിപ്പൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകരുത്. ടൂർ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലത്. ഇങ്ങനെ കിടന്ന് പറയും അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് നോക്കില്ല, ഐസ്ക്രീം കഴിക്കരുത്. ഇതിനൊക്കെ അല്ലേ പിന്നെ എന്തിനാ പോയി? മനസ്സിലായില്ലേ? ക്യൂ നിന്ന് ടൂറിന് പോകാന്ന് പറഞ്ഞാൽ ഇത്രയും അതപ്പൊന്നിച്ച കാര്യം. ഇവിടെ അതിനായിട്ട് പട്ടാളക്കാർ പോകും. ഇതല്ല, ടൂർ എൻജോയ് ചെയ്യണോ? പ്രിൻസിപ്പൾ വന്ന് നോക്കിയില്ല. പ്രിൻസിപ്പൾ ടൂറിന് വരുമെന്ന് പറഞ്ഞാൽ കൂടെയുള്ള ടീച്ചർമാർക്ക് പോലും ബുദ്ധിമുട്ടില്ല. പ്രിൻസിപ്പളിന് സ്നേഹമില്ലഞ്ഞിട്ടല്ല സ്ട്രിക്റ്റ് ആയത്, സ്നേഹം കൂടിയത് കൊണ്ടാണ്. അപ്പന് സ്നേഹമില്ലഞ്ഞിട്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ട്. പണ്ടത്തെ അപ്പന്മാർക്കൊക്കെ ഒരു പരിപാടിയുണ്ട്. നമ്മുടെയൊക്കെ ബാല്യത്തിലെ നമ്മുടെ വഴിയിലൊക്കെ നിൽക്കുന്ന കണ്ടാൽ ആദ്യം ചെവിക്കുറ്റി നിർത്തി അടി. ഇത് എന്തിനാണ് എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ചെന്നാലോ PTA വന്നിട്ട് സാറിനോട് പറയാ 2 എണ്ണം കൊടുത്തേക്കണം. എന്തിനാന്നൊരു പിടിയില്ലെന്ന് 2 എണ്ണം അങ്ങോട്ട് കൊടുത്തേക്കണം സാറേ. ഇപ്പോഴായി വൈകിട്ട് FIR വാർത്ത വരുന്ന കുഞ്ഞിനെ തല്ലി ചൂരലിന് കൈ പൊട്ടി. നമ്മൾക്കൊക്കെ കാലത്ത് FIR ഉണ്ടായിരുന്നു, എത്ര സാറുമാരകത്ത് വരുന്നത്. മനസ്സിലായില്ലേ? എന്തൊരടി. പക്ഷെ ആ മാഷിന്റെ കാര്യത്തൊന്നും ഇന്നത്തെ മാഷിനില്ല. മാഷ് തല്ലി എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നാൽ അതിന് വേറെ തല്ലി. ഇതായിരുന്നു സ്ഥിതി. ദൈവം ഇങ്ങനായിരുന്നു, ഗൗരവം. എന്നാലേ ഗൗരവക്കാരനായ ഏലിയാശാന് ഒരു മകനുണ്ടായി. മകനൊരു മകനുണ്ടായി, അല്ലെങ്കിൽ മകൾക്കൊരു മകളുണ്ടായി. പഴയ ഏലിശാന്റെ നിഴല് പോലും പിന്നെ വീട്ടിലില്ല. പുള്ളി ആ തോളെ കയറിയിരുന്ന് ആന കളിക്കുക. കൊച്ചെറുക്കൻ ആന കളിക്കുമ്പോൾ ഈ തോൾ ഇത്രയും പ്രായം ഉണ്ടെങ്കിലും വെച്ചു കൊടുത്തേച്ച് പറയാം അവനവിടെ ഇരിക്കട്ടെ, നിനക്ക് എന്നാ ചെയ്തോ? വീട് ശുചിത്വമായിരിക്കണം, മുറ്റം ഇങ്ങനെ കിടക്കണം, ആ വൃത്തിയായിട്ട്. ഈ പറഞ്ഞ മനുഷ്യൻ ഈ കൊച്ചെറുക്കൻ കടിച്ച് ചവച്ച് തുപ്പിയ കടലമുട്ടായി വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ഒരു കുഴപ്പമില്ലാതെ തിന്നുന്നുണ്ടോ? എന്ത് പറ്റിയ ലേശ, എന്തോ പറ്റിയ വാസ്തവത്തിൽ അറിയോ? പറയാം. എന്നറിയണ്ടേ? ഏതനിൽ മനുഷ്യകുലവുമായി കലകിച്ചു പിരിഞ്ഞ അപ്പന് നമ്മോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഉള്ളിലൊരു പരിഭവം. അന്ന് മുതൽ ആ മനസ്സിലൊരു ദുഃഖം നമ്മളെ ചേർത്ത് പിടിക്കണം. പക്ഷെ നമ്മൾ പാപം ചെയ്ത് അകന്നു പോയപ്പോൾ, നമ്മെ രക്ഷിക്കാൻ ആരെയും തയ്യാറാകാതിരുന്നപ്പോൾ, സ്വന്തം പുത്രൻ ജഡമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്നപ്പോൾ നാം അവന്റെ മക്കളായി. അവന്റെ മക്കളായപ്പോൾ ഒരു പിതാവ് എങ്ങനെ കൊച്ചുമകനെ വാരിയെടുത്ത് ലാളിക്കുന്നു, ഇതേ വിധത്തിൽ ഈ അപ്പനെ നമ്മളെ സ്നേഹിച്ചു മതി വരുന്നില്ല. മനസ്സിലായ? പ്രായമുള്ള മനുഷ്യരോട് ജീവിക്കുക. അവർ ജീവിച്ചിരിക്കുന്നതിന്റെ ആകപ്പാടെയുള്ള ഭൂമിയിലെ ഇഷ്ടം ഈ കൊച്ചുമക്കളൊക്കെ ഉള്ളത്. അതല്ലേ? അല്ല വേറെ എന്തിനാണ് ജീവിക്കുന്നത്? ചായ കുടിക്കാനോ, ഇന്നോവയിൽ കയറാനോ? ഇതിനൊന്നുമല്ല. ഒരിക്കലൊരു വല്യപ്പൻ സുഖമില്ലാതെ ഇങ്ങനെ ഏക്കം വലിച്ച് ചാകാറായി കിടക്കുക. അവസാനത്തെ ശ്വാസം. മക്കൾ വന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഇളയ മകൻ കൊച്ചോൻ ചോദിക്കുന്നു, വല്യപ്പച്ചൻ സൈക്കിളെ കയറുന്നോ? എപ്പോഴാ നിർത്തണം? അവന്റെ ജീവിതത്തിലെ വലിയ കാര്യം ഒരു ദിനം സൈക്കിളെ വെച്ച് കുറച്ചു നേരം ചവിട്ടുന്നതാണ്. പുള്ളി ഓർത്തിങ്ങനെ കുറെ നേരം ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പച്ചന്റെ വിഷമം മാറും. എന്റെ പുറകെ കയറി ഇരുന്നോളാം. ഇതൊക്കെയാ അപ്പൻ എൻജോയ് ചെയ്യുന്നു. പിടികിട്ടിയോ? ഈ കൊച്ചുപയ്യൻ ഇടയ്ക്കിടയ്ക്ക് അപ്പനിട്ട് തല്ലിയ, വല്യപ്പനിട്ട് കടിച്ചു പറിക്കുക, പേര് വിളിക്കുക, എടാന്ന് വിളിക്കുക. ഇതൊക്കെ കണ്ടിട്ടേ വീട്ടിലുള്ള പപ്പായുടെ അങ്ങനൊക്കെ. അപ്പോഴൊക്കെ ഈ വല്യപ്പൻ പറയും, നീ നിന്റെ പണിക്ക് പോ, കുഞ്ഞു പിടിക്കട്ടെ. എന്താ കാര്യം? കണ്ണീ താൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഈ സ്നേഹം ആസ്വദിക്കാതെ ആരും കൺവെൻഷൻ വിട്ടു പോകില്ല. ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ,
പിതാവായ ദൈവം ഇന്ന് അക്ഷരാർത്ഥത്തിൽ കൂടെ വരുന്നു എന്ന് കേട്ടാൽ ഭയം വരുന്നു നമുക്ക്. തിരിച്ചൊരു ചോദ്യം, യേശു കർത്താവ് കൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയും? എൻ്റെ കർത്താവ് ഞങ്ങളുടെ പോരും, വേറെങ്ങും പോകണ്ട, ഇനി വാ. യേശുവിനെ ആരും വിടുകയില്ല. എന്താ കാര്യം എന്നറിയോ? യേശുവിനോട് ഏത് രഹസ്യവും പറയാം, യേശുവിനെ കെട്ടിപ്പുണരാം. യേശുവിന്റെ പ്രണയമാണ്, യേശുവിന്റെ ആലിംഗനമാണ്, യേശുവിന്റെ ജീവിതത്തിന്റെ സർവസ്വമാണ്. യേശുവിനോട് എനിക്ക് സ്നേഹം, പിതാവിനോട് എനിക്ക് ബഹുമാനം. മനസ്സിലായില്ലേ? യേശു പിതാവ് ശിക്ഷ നടപടിയൊക്കെ മാറ്റിവെച്ച് നമുക്കിന്ന് തന്നത് കൃപയാണ്. ക്രിസ്തുയേശുവിന്റെ രക്തമാണ് പിതാവിനെ നമുക്ക് വേണ്ടി ഈ രൂപത്തിൽ സ്നേഹാധിഷ്ഠിതമായി മാറ്റിയത്. നാം ദൈവമക്കളായി തീരാൻ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഇങ്ങനെ വേറെ കുഴപ്പമുണ്ട്. ഈ കുഞ്ഞിനെ വല്യപ്പന്റെയും വല്യമ്മയുടെയും ഏൽപ്പിച്ചിട്ട് പോയി, സ്നേഹം മാത്രം, തല്ലില്ല. തല്ലുപോലെ ഇങ്ങനെ കാണിക്കും, അവൻ ഇരട്ടി ശക്തിക്ക് കുസൃതി കാണിക്കുക. ചെറുക്കൻ പഴിച്ചു, കുഴപ്പമാകും. അങ്ങനെയെങ്കിൽ പിതാവ് നമ്മളെ സ്നേഹിച്ചു, പുത്രൻ സ്നേഹിച്ചു. സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് നമ്മൾ വഷളായി പോകും. അമ്പഴം വിടുകയില്ല. അതിനെ ഒരു കാര്യസ്ഥനെയാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിലൊരു അങ്കിളുണ്ടെന്ന്, പുള്ളിക്ക് കുഞ്ഞിനോട് വലിയ കാര്യമാണ്, സ്വന്തം മക്കളേക്കാൾ കാര്യമാണ് പെങ്ങളുടെ മോനെ. പക്ഷെ കുസൃതി കാണിച്ചാൽ ഇടയ്ക്ക് ഓരോ പേരുക്ക്, ഓരോ അടി. അപ്പോഴൊക്കെ അപ്പൻ പറയും, അങ്കിള് വരുന്നു, പേടിയാ. എന്നെ ഭയപ്പെടുത്തുന്ന, എനിക്ക് മെന്ററായിരിക്കുന്ന, എനിക്ക് ആലോചനക്കാരനായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഇതിനുള്ളതാ തൃത്വം. പിടിയോ? യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തെ അനുഭവിക്കണം, പിതാവിനെ അനുഭവിക്കണം, പുത്രനെ അനുഭവിക്കണം, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം. അത് ആസ്വദിക്കണം, തൊട്ടറിയണം. ഒന്നൊരു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ വചനം നമുക്ക് വേണ്ടി ഒരു ദിവസം ശരീരമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയാ, ഞങ്ങളെ അവിടുത്തെ മഹിമ കണ്ടു. ഞങ്ങളവന്റെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങളവന്റെ തേജസ്, പിതാവിന്റെ തേജസ്, ഏകജാതനായവന്റെ തേജസ്സായി അവനിൽ കണ്ടു. ഇതാണ് രക്ഷാനുഭവമുള്ള ദൈവത്തിന്റെ പ്രത്യേകത. യേശുവിനെ കണ്ടത് പിതാവിനെ കണ്ടതുപോലെയാണ്. ഒരിക്കൽ ഫിലിപ്പോസ് അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണണം, ഒന്ന് കാണിച്ചു തരണം. ഈ ചോദ്യം കേട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ഇത്ര നാളും നിന്നോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോൾ അന്ത്രോസിനെ കുറിച്ച് പറഞ്ഞ അതേ രൂപത്തിൽ വിളിക്കുന്ന എല്ലാവരെയും കുറിച്ചും പറയട്ടെ. നമ്മളും അവന്റെ തേജസ് കണ്ടവരാ. യേശുവിന്റെ തേജസ് കാണാത്ത ഒരാളും ഇവിടെ ഇല്ല. ഇവിടെ തേജസ് എന്ന് ഉദ്ദേശിച്ചതേ നമ്മൾ ഈ കലണ്ടറിൽ കാണുന്ന ആ ഫോട്ടോഷോപ്പ് പഠിച്ച കുഞ്ഞുങ്ങൾ ചില മനുഷ്യരുടെ മുഖത്ത് ഈ മഞ്ഞ കളറിൽ പെയിന്റ് അടിച്ചു വെക്കും. ലോകത്തൊരു മനുഷ്യനും ഇങ്ങനൊരു സംഭവമില്ല. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന യേശുവിനും ഇല്ല. യേശുവിന്റെ മുഖത്തിന് ചുറ്റും ഇങ്ങനൊരു പ്രഭാവല ഉണ്ടാകും ഇല്ലെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യോ, ഉണ്ടെങ്കിൽ ക്രൂശിക്കോ. അത് കണ്ടെങ്കിൽ യേശു ആരാ ശിഷ്യനാരാന്ന് തിരിച്ചറിയാതെ എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കോ? നമ്മളെപ്പോലെയാണ് യേശു. അതിന് കാരണമുണ്ട്. പിന്നെന്ത് മഹിമ അവര് കണ്ട? ഇതല്ലെങ്കിൽ പിന്നെന്താ തേജസ്? പറയാം. ആ തേജസ് നമ്മളും കണ്ടു. എന്തെങ്ങനെ പറയാൻ കാരണം? ഞാൻ പറയും, ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് പാലസ്തീനിൽ ഒരു പത്രോസായോ യോഹന്നാനായോ അന്ത്രയോസായിട്ടോ അവിടെ ജനിച്ച് യേശുവിനെ അനുഗമിക്കുന്നതിലും ശ്രേഷ്ഠം ഇന്ന് കുന്നംകുളത്ത് ജീവിക്കുന്ന ഇങ്ങനെ സന്തോഷമില്ല.
ഈ ചോയ്സ് വെച്ചാൽ നിങ്ങൾ ഏതെടുക്കുന്നു? കുന്നംകുളത്തിന്ന് നിങ്ങളായിരിക്കുന്ന അളവിലെ ജീവിതമാണോ, യോഹന്നാനെ പോലെ യേശുവിനെ അക്ഷരാർത്ഥത്തിൽ കൂടെ നടന്ന് പത്രോസിനെ പോലെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഇതിലേതെടുക്കും? ഞാൻ പറയും എനിക്കിത് മതി, ഇത് മാത്രം മതി. എന്താ കാര്യം? വലിയൊരു ആത്മീയ മർമ്മമാണ് പറയാം. സ്വർഗത്തിലെ നമ്മുടെ പ്രതിഫലം അവരെക്കാളും വലുതാ. അതിന്റെ കാര്യം വ്യക്തമാക്കാം. ഈ 12 പേരുണ്ടല്ലോ, യൂദയെ വിട് ബാക്കി 11, നമുക്ക് അവരെ അഭിമുഖീകരിക്കാം. ഇവരാരാ? അപ്പം കൊടുത്തപ്പോൾ കൈനീട്ടി ഭക്ഷിച്ചവർ, കടലിൽ മീതെ യേശു നടക്കുമ്പോൾ ഹർഷാരവം മുഴക്കിയവർ, പത്രോസിന്റെ അമ്മാവിയമ്മ സുഖപ്പെടുമ്പോൾ ആനന്ദാതിരേകത്താൽ തുള്ളിച്ചാടിയവർ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ കൈകൊട്ടിയവർ, കഴുതപ്പുറത്തേശു വരുമ്പോൾ ഹോശന്ന പാടിയവർ. പക്ഷെ കാര്യത്തോടെടുത്തപ്പോൾ ഒരു പറയാ, ഞാൻ നിന്നെ അറിയുന്നില്ല. വേറൊരുത്തം പറയാ, ഞാൻ വിശ്വസിക്കണമെങ്കിൽ യേശു തന്നെയാണെന്ന് DNA ടെസ്റ്റ് നടത്തിയ റിപ്പോർട്ട് വരട്ടെ, പിന്നെ പറയാം. നമ്മുടെ സ്വന്തം തോമാസ്ലീഹ യൂദ പറഞ്ഞു, എനിക്ക് കാശി എന്നാൽ ഞാൻ കാണിച്ചു തരാം, വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ അപ്പം കൊടുക്കുമ്പോൾ അവിടെ നിൽക്കാത്ത നമ്മൾ, വെള്ളത്തിന്മീതെ നടക്കുമ്പോൾ കാണാത്ത നമ്മൾ, ഹോസന്ന എന്ന് പാടി അവനൊപ്പം നടക്കാത്ത നമ്മൾ, 2000 ആണ്ടിന് പുറത്തിരുന്നു കൊണ്ട് വിശ്വാസത്താൽ അവനെ കുറിച്ചുള്ള ഓർമ്മകൾ പേറി അവന്റെ വരവിനെ കാത്തിരിക്കുമ്പോൾ നമ്മെ നോക്കി യേശു പറയുക, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കാണാത്ത ഈ വിശ്വാസം ഒരു അന്ധവിശ്വാസമല്ല, ഒരു പൊട്ടവിശ്വാസമല്ല, ഉറപ്പേറിയ വിശ്വാസം, ഒരു നിമിഷം പോലും സംശയമില്ലാത്ത വിശ്വാസം. ഞാനതിന് ഒരു കഥ പറഞ്ഞ് ഇത് ഉപസംഹരിക്കാം. ഒരിക്കല് ഒരു നാട്ടിൽ ഒരു തെരുവിലിരുന്ന ഒരു മനുഷ്യൻ ഈ ശ്രുതിപ്പെട്ടി നീട്ടി പാട്ടുപാട്ടുകാരൻ. മനോഹരമായ പാട്ട് കേട്ട് ധാരാളം ആളുകൾ വരും, അല്പം പണമിട്ട് കൊടുക്കും. അവൻ്റെ ഉപജീവനം അതാണ്. ഒരു ദിവസം അതുവഴി മഹാരാജാവ് വരിക. രാജാവ് അടുത്ത് വന്ന് ഈ പാട്ട് കേട്ടപ്പോൾ വലിയ സന്തോഷം. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, അയാളെ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്തിക്കും. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുഖത്ത് ചൈതന്യമില്ലാത്ത ചെളിപുരണ്ട കാലും കൈകളുമുള്ള ആ മനുഷ്യനെ കുളിപ്പിച്ച് ശുദ്ധനാക്കി മനോഹര വസ്ത്രം കൊടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. നീ പാടിയട്ടെ. അവൻ മനോഹരമായി ഒന്ന് പാടി. രാജാവ് പറഞ്ഞു, ഇനി മുതൽ ഈ കൊട്ടാരത്തിലാണ് നിന്റെ ജീവിതം, നീ ഇവിടെ ഇരുന്ന് പാടിയാൽ മതി. അവൻ പറഞ്ഞു, പ്രഭു, ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ പാടിയാ ഞാൻ കുടുംബം പുലർത്തുന്ന. രാജാവ് പറഞ്ഞിടാ, നീ ധനിച്ചല്ലേ നീ ഇവിടെ, എൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഇവിടെ, നീ ഇന്ന് മുതൽ രാജാവിൻ്റെ സ്വന്തം, നീ എന്നും പോണ്ട. അവൻ തൻ്റെ ഭാര്യയെ മക്കളെയൊക്കെ കൂട്ടി രാജാവ് കൊടുത്ത വസതിയിൽ കൊട്ടാര വളപ്പിൽ പാർത്തു. അന്നവനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ എന്തിനു തെരുവിൽ കൂടി നിൽക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ പാടണം? എൻ്റെ പ്രമോദം എൻ്റെ രാജാവാണ്, എനിക്ക് ജീവിതം തന്നവൻ എൻ്റെ രാജാവാണ്, എനിക്ക് ഉടുപ്പ് തന്ന ഈ രാജാവാണ്, നല്ല ഭക്ഷണം കഴിച്ചത് ഈ രാജാവിനെ കണ്ടപ്പോഴാണ്, പ്രതീക്ഷകൾക്കപ്പുറത്ത് മാനിക്കപ്പെട്ടത് ഈ രാജാവിനെ കണ്ടപ്പോഴാണ്. അവൻ അന്ന് മുതൽ രാജാവിനെ വേണ്ടി പാടി, രാജാവിനെ കുറിച്ച് പാടി, രാജ്യത്തെ കുറിച്ച് പാടി. ഒരു ദിവസം ഇവൻ രാജാവിനോട്, പ്രഭോ, അടിയൻ ഒരു ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, കേൾക്കാൻ പാട്. അവൻ പാടി. സ്തുതിപ്പെട്ടി മീട്ടി അവന്റെ വിരലുകൾ അതിന്റെ കരുക്കളിലൂടെ നീങ്ങി
മനോഹര സംഗീതം അവനിങ്ങനെ പാടി. ജനങ്ങൾക്ക് അത് സന്തോഷമായി. ആ ഗാനം മുഴുവൻ ആവേശമായി. വൈകാതെ ഈ രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ പടയാളികൾ ആയുധമെന്തി പോർമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഗായകൻ പറഞ്ഞു, നിങ്ങൾക്കൊപ്പം ഞാനും വരും. യുദ്ധമുന്നണിയിൽ നിങ്ങൾക്ക് ആവേശം പകരാൻ മറ്റൊന്നും എനിക്ക് തരാനില്ലല്ലോ. എനിക്ക് വാളെടുക്കാൻ അറിഞ്ഞുകൂടാ, ആയുധം രാഗിമെനിക്കാൻ അറിഞ്ഞുകൂടാ. ആകെ അറിവുള്ളത് എന്റെ രാജാവിനെ കുറിച്ച്, എന്റെ രാജ്യത്തെ കുറിച്ച് പാടാൻ. അത് പാടുമ്പോ നിങ്ങൾക്കല്പം ആവേശം കിട്ടിയാൽ അതെനിക്ക് ചാരിതാർത്ഥ്യജനകമാകും. അവനും യുദ്ധമുന്നണിയിൽ പാടി. പക്ഷേ ഈ രാജ്യം തോറ്റുപോയി. നമ്മുടെ ഗായകൻ പിടിക്കപ്പെട്ടു. അയാളുടെ കണ്ണ് കുത്തി പിടിച്ചു, അടിമയായി പിടിച്ചു, ശത്രു രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ആരോ പറഞ്ഞു, പ്രഭു, ആ കൂടെ ഞങ്ങൾക്ക് കിട്ടിയൊരു മനുഷ്യനാ, ഇയാളൊരു പാട്ടുകാരനാണ്, അയാളുടെ പാട്ടൊന്ന് കേൾക്കാൻ. രാജാവ്, പുതിയ രാജാവ്, ശത്രുവിന്റെ രാജ്യത്തിലെ രാജാവ്. നീ പാട്. ഞാൻ പറഞ്ഞു, പ്രഭു ക്ഷമിക്കണം, എൻ്റെ നാവിലേക്ക് മറ്റു പാട്ടുകളൊന്നും വരില്ല ഗുരു. പ്രഭു, എനിക്ക് വില തന്നത്, എൻ്റെ പ്രാണന് അംഗീകാരം തന്നത്, എൻ്റെ വിശപ്പ് മാറ്റിയത് എനിക്കൊരു രാജാവുണ്ടവനാ. ഈ സദസ്സിലും എനിക്ക് അവനെക്കുറിച്ച് പാടാനേ കഴിയും. അത് മതി, നിന്റെ പാട്ടിന്റെ മാധുര്യം ഒന്നറിയാൻ, ഒന്നളക്കാൻ. നീ അത് പാടിക്കോ. അവൻ ശ്രുതിപ്പെട്ടി കയ്യിലെടുത്തു, കരുക്കളിലൂടെ കൈനീട്ടി. അങ്ങനെ പശ്ചാത്തലമൊരുങ്ങി അവൻ പാട്ട് തുടങ്ങി. അവൻ എഴുതിയ ആ ദേശഭക്തി ഗാനം, ആ ദേശീയ ഗാനം. പക്ഷേ അവരൊരു പ്രശ്നം നേരിട്ടു. ഈ പാട്ടിന്റെ ക്ലൈമാക്സിൽ, എന്റെ ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ, പരകോടിയിലെത്തുമ്പോൾ കോറസ് ചേർന്ന് പാടി അവനൊപ്പം നീങ്ങണം, എങ്കിലേ അത് കറക്റ്റാവും. ഇവനാര് കോറസ് പാടിക്കൊടുക്കല? ശത്രുവിന്റെ രാജ്യത്തില. തന്നെയല്ല, ആ ഉച്ചസ്ഥായിലേക്ക് കിടക്കാൻ ഒരു 3 കൈത്താളം കൃത്യം അനുവാദത്തിൽ എണ്ണം പറഞ്ഞു വീഴണം. ആര് കൈയടിക്കാൻ? അവൻ വിചാരിച്ചു, എന്റെ രാജ്യത്തെ ഉയർത്തുന്ന ഏറ്റവും ശക്തിമത്തായ ആ വാചകങ്ങൾ പാടാൻ കഴിയില്ല, എനിക്ക് മുഴുമിപ്പിക്കാൻ കഴിയില്ല. പാതി വഴിയിൽ പാട്ട് നിർത്തണം. പാടി ആ ക്ലൈമാക്സിന്റെ തൊട്ടരയിൽ എത്തുമ്പോൾ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു 3 കൈത്താളം, ഉജ്ജ്വലമായ 3 കൈത്താളം. ആ താളത്തിനൊടുവിൽ അവനെ അമ്പരപ്പിക്കുന്ന മനോഹാരിതയിൽ കോറസ് തനിക്കൊപ്പം കരുതരുന്നു. പാടി അവൻ പാട്ട് തീർന്നപ്പോൾ ചോദിച്ചു, കൂട്ടുകാരാ, ആരോ എന്നെ സ്നേഹിക്കുന്നവരുമുണ്ട്, എന്റെ പാട്ടറിയുന്ന ആരോ ഇവിടെ ഉണ്ട്. കണ്ണു കാണില്ല എനിക്ക്. അങ്ങ് പറയൂ, ശത്രുവിന്റെ രാജ്യത്തിൽ നിന്ന് ഞാൻ എന്റെ രാജാവിനെ പാടിപ്പുകട്ടുമ്പോ, എന്റെ രാജ്യത്തെ പ്രകീർത്തിക്കുമ്പോൾ എനിക്കൊപ്പം പാടിയ, എനിക്ക് കരമടിച്ചെന്നെ പ്രോത്സാഹിപ്പിച്ച അങ്ങ് ആരാണ്? തൊട്ടപ്പുറത്തൊരു ശബ്ദം, മഹാനായ ഗായകൻ. അത് വേറെ ആരുമല്ല, നിന്റെ രാജാവ് തന്നെയാണ്. എന്നെയും കണ്ണുകുത്തി പൊട്ടിച്ചു, വൈകല്യം വരുത്തി നിന്റെ തൊട്ടരികിൽ ഇരുത്തിയിട്ടുണ്ട്. ശത്രുവിന്റെ കോട്ടയ്ക്കകത്ത് എന്നെക്കുറിച്ച് പാടിയപ്പോൾ മരണം വന്നാൽ നിനക്കൊപ്പം ആ പാട്ട് പാടണം എന്നുള്ള ചിന്ത കൊണ്ട് ഞാനും നിനക്കൊപ്പം അങ്ങനെ പാടുന്നു. നിന്റെ രാജാവ് നിന്നെ മറക്കുന്നവനല്ല. ഗായകൻ പൊട്ടിക്കളഞ്ഞു. എന്താണ് കാരണം? എന്റെ പരിമിതിയിലേക്ക് എനിക്ക് വേണ്ടി ചുരുങ്ങുന്ന രാജാവ്. ഇതുപോലെ എനിക്കൊരു രാജാവ് വചനം ജഡമെടുത്ത് എനിക്കൊപ്പം പാർത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി എന്നോടുകൂടെ പാർക്കുമ്പോൾ എനിക്കും എന്ന് പറയാം, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. ആ
അവസാന ശബ്ദം യേശുവിന് വേണ്ടിയുള്ളത്, അവസാന നിമിഷം യേശുവിന് വേണ്ടിയുള്ളത്. പ്രാണൻ പൊലിയുമ്പോഴും നമുക്ക് ഒരേ സ്വരത്തിൽ പറയാം, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഇവിടുന്ന് വിട്ടുപിരിയുമ്പോ വെള്ളം ചോദിച്ചു മരിക്കാനല്ല, ആക്രമിക്കാൻ അടുത്തു വരുന്നവരെ കണ്ട് ഭയരഹിതരായി തോടാനല്ല, കയ്യിൽ കരവാളെന്തി ചുഴറ്റിക്കൊണ്ട് നെഞ്ചകം കുത്തിക്കീറാൻ അടുത്തു വരുമ്പോഴും കരം നീട്ടി യേശുവിന്റെ സ്നേഹം പറയാൻ ആർജവമുള്ള ഒരു തലമുറയുടെ ആവിർഭാവം ഇന്ന് രാത്രി ഇവിടെ ഉടലെടുക്കട്ടെ. യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിനെ നിൽക്കാൻ, ഈ രാജാവിന് വേണ്ടി വിരൽച്ചലിപ്പിക്കാൻ, ഈ രാജാവിന് വേണ്ടി ഹൃദയം തുടിക്കാൻ, ഈ രാജാവിന് വേണ്ടി ശബ്ദം മുഴക്കാൻ കഴിയുന്ന ഒരു ജനതയുടെ ആരംഭം, ഒരു യുവതയുടെ ആവിർഭാവം ഇവിടെ ഉടലെടുക്കട്ടെ. ആർക്കുണ്ട് യേശുവിനെ പ്രസംഗിക്കാൻ ആഗ്രഹം? ആർക്കുണ്ട് യേശുവിനെ പ്രസംഗിക്കാൻ ആർജവം? ആർക്കുണ്ട് അവസാന നിമിഷത്തിലും എനിക്ക് എന്റെ യേശുവിനെ ഉയർത്തണം ആഗ്രഹം? ഈ രാത്രി പുത്തൻ ബലമാണ്, അത് പുതിയ കരുത്താണ്, അത് പ്രായത്തെ അതിജീവിക്കുന്ന ശക്തിയാണ്, രോഗത്തെ തോൽപ്പിച്ചു കളയുന്ന ദിവ്യമായ ദൈവിക ഇടപെടലാണ്. ആ ബലം, ആ ശക്തി നമ്മിലെല്ലാം വ്യാപരിക്കട്ടെ. കണ്ണിൽ നടക്കാം, പ്രാർത്ഥനയ്ക്കൊരുങ്ങാം.